മാന്യപ്രേക്ഷകർക്ക് എൻ്റെ പ്രണാമം. കഴിഞ്ഞ ദിവസം അറിയിച്ചിരുന്നു, ജ്യോതിഷ സെമിനാർ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജ് ഒക്ടോബർ 5-ാം തീയതി നടത്തിയിരുന്നത് ഏതാണ്ട് 9 മണിക്കൂർ നീണ്ട പ്രഭാഷണത്തിൽ ധാരാളം ചോദ്യങ്ങൾ ചോദിച്ചിരുന്നു. ആ ചോദ്യങ്ങൾക്കുള്ള മറുപടി അവിടെയും കൊടുത്തിരുന്നു. അതിവിടെയും കൊടുക്കുന്നത് നല്ലതാണെന്ന് തോന്നുന്നു. കാരണം ധാരാളം വ്യക്തികൾ ഇടയ്ക്കിടയ്ക്ക് സംശയം ഇമെയിൽ വഴിക്കും കത്ത് വഴിക്കും ചോദിക്കാറുണ്ട്. അവർക്കെല്ലാം ഇത് പ്രയോജനപ്പെടുമെങ്കിൽ നന്നായിരുന്നു, നന്നാകും എന്ന് ചിന്തിച്ചിട്ടാണ് ഈ ചോദ്യങ്ങൾ വായിച്ച് ഉത്തരം പറയുന്നത്. ഈ ഉത്തരങ്ങളൊന്നും അവസാനത്തെ വാക്കല്ല. ഈ ഉത്തരങ്ങളിൽ തന്നെ അഡീഷനും ഡെലീഷനും മോഡിഫിക്കേഷനും കറക്ഷനും വരുത്തിയിട്ട് വേണമെങ്കിൽ സ്വീകരിക്കുക, അല്ലെങ്കിൽ തിരസ്കരിക്കുക. ജ്യോതിഷം എന്ന് പറയുന്നത് ഞാൻ ഇന്നലെ സൂചിപ്പിച്ചു, നമ്മൾ ചെയ്തു കൂട്ടിയ കർമ്മങ്ങൾ, നല്ല കർമ്മങ്ങളും ചീത്ത കർമ്മങ്ങളും, അത് അനുഭവിച്ച് തീർക്കാൻ ഒരു ജന്മം നമ്മൾ ഉപയോഗിക്കുന്നു. നല്ല കർമ്മങ്ങളുടെ ഫലങ്ങൾ അനുഭവിക്കാൻ, തിന്മ ചെയ്ത പ്രവൃത്തിയുടെ ഫലങ്ങൾ അനുഭവിക്കാൻ നമ്മളൊരു ജന്മം ഉപയോഗിക്കുമ്പോൾ ആ ജന്മത്തിൽ ഒന്നിനു ശേഷം ഒന്ന് എങ്ങനെ വരുമെന്ന് അറിയണമെങ്കിൽ ഇന്ന് നിലവിലുള്ള ഒരേ ഒരു സംവിധാനം ജ്യോതിഷമാണ്. അത് അന്ധവിശ്വാസങ്ങളും ദുരാചാരങ്ങളും ഇല്ലാതെ, അതിൽ അനവധി വ്യത്യാസങ്ങളും കുറവുകളും പരിമിതികളും ഉണ്ടാവാൻ സാധ്യതയുണ്ട്. എങ്കിലും ഉപയോഗിക്കാൻ സാധിക്കുന്ന കാര്യങ്ങൾ ഉപയോഗിക്കാൻ വേണ്ടി മാത്രം ഒരു ഇൻഡിക്കേറ്ററാണ് ജാതകം എന്ന് പറയുന്നത്. ഗ്രഹങ്ങൾ നമുക്കൊന്നും തരുന്നില്ല, നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഇതെല്ലാം അനുഭവിക്കാനുണ്ട് എന്നൊരു ഇൻഡിക്കേഷനാണ് നമ്മൾ ഈ ഗ്രഹങ്ങളുടെ സാന്നിധ്യത്തിലൂടെ, ദശകളിലൂടെ, അപഹാരത്തിലൂടെ നമ്മളെ നമ്മുടെ പൂർവികര് അറിയിക്കാൻ ആഗ്രഹിച്ചത്. അത് ഞാൻ ഇന്നലെ വിവരിച്ചിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് കുറേ ചോദ്യങ്ങളും ഉത്തരങ്ങളും പറയുന്നത്. കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലങ്ങളാണോ അതോ ഈ ജന്മത്തിലെ കർമ്മഫലങ്ങളാണോ ഒരുവന്റെ ഭാവി നിശ്ചയിക്കുന്നത്? കഴിഞ്ഞ ജന്മത്തിലെ കർമ്മഫലത്തെ നമ്മൾ സഞ്ചിത കർമ്മഫലം എന്ന് പറയുന്നു. ഈ ജന്മത്തിലെ കർമ്മഫലത്തെ ആർജിത കർമ്മഫലം എന്ന് പറയുന്നു. രണ്ടും നമ്മൾ ഈ ജന്മത്തിൽ അനുഭവിക്കുന്നുണ്ട്. അനുഭവിച്ച് തീരാത്തതാണ് അടുത്ത ജന്മത്തിലേക്ക് മാറ്റുന്നത്. പല വ്യക്തികളുടെയും ജാതകത്തിൽ ചില ഗ്രഹങ്ങൾക്ക് മൗഢ്യമാണെന്ന് പറയുന്നു. മൗഢ്യം എന്ന് പറഞ്ഞാൽ ജാതകത്തിൽ സൂര്യൻ ഏതെങ്കിലും ഗ്രഹത്തിൻ്റെ 7.5 ഡിഗ്രിക്കകത്ത് വരികയാണെങ്കിൽ ആ ഗ്രഹത്തിന് പവർഫുള്ളായിട്ട് നിലനിൽക്കാൻ സാധിക്കില്ല. സൂര്യൻ്റെ തേജസ് കൊണ്ട് അതിൻ്റെ സ്വാധീനം വളരെ കുറയുന്നു എന്ന് പറയുന്നത് കൊണ്ടാണ് മൗഢ്യം എന്ന് പറയുന്നത്. മൗഢ്യം ഉള്ള ഗ്രഹങ്ങൾക്ക് അവയിൽ നിന്ന് നമ്മൾ ഇൻഡിക്കേഷനായിട്ട് എടുക്കുന്ന ആ മെറിറ്റ്സ് കിട്ടിയെന്ന് വരില്ല. അപ്പൊ ശുക്രൻ മൗഢ്യത്തിലാണെന്ന് പറഞ്ഞാൽ ശുക്രന്റെ 7.5 ഡിഗ്രിക്കുള്ളിൽ സൂര്യൻ നിൽക്കുന്നു എന്നർത്ഥം. അപ്പൊ ശുക്രന്റെ നമ്മൾ ഉദ്ദേശിക്കുന്ന നന്മകള് ഇൻഡിക്കേഷനിലൂടെ നമുക്ക് ലഭിക്കുന്നത് കുറയും എന്നാണ് അതിൻ്റെ അർത്ഥം. വീടിന് ചുറ്റും നടേണ്ട വൃക്ഷങ്ങളേവ 5, 3, 4 സെന്റുള്ള ഒരു പറമ്പിൽ ഏത് വൃക്ഷമാണോ നിങ്ങൾക്ക് നടാൻ താല്പര്യം അത് നടുക. എൻ്റെ അഭിപ്രായത്തിൽ വലിയ വൃക്ഷങ്ങളൊന്നും നടണ്ട. നല്ല പച്ചക്കറികൾ ഗവൺമെൻറ് വിത്ത് തരുന്നുണ്ട്, സൗകര്യങ്ങൾ തരുന്നുണ്ട്. നല്ല പച്ചക്കറികൾ കൃഷി ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത്. ചൊവ്വാദോഷം കാരണം നമ്മുടെ നിരവധി പെൺകുട്ടികൾ ദുർവിധി നേരിടുന്നുണ്ട്. ശാസ്ത്രം പുരോഗമിച്ചിട്ടും ഇതിന് പരിഹാരമില്ലേ? യഥാർത്ഥത്തിൽ ചൊവ്വാദോഷത്തെക്കുറിച്ച് ധാരാളം തെറ്റിദ്ധാരണ ഉള്ളത് കൊണ്ടാണ് ഇത് സംഭവിക്കുന്നത്. നമുക്ക് ഹിന്ദുക്കളായാലും ക്രിസ്ത്യാനികളായാലും മുസ്ലിങ്ങളായാലും പലതിനെക്കുറിച്ച് നമുക്ക് വലിയ തെറ്റിദ്ധാരണകളുണ്ട്. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണകൾ മാറ്റി നന്മ നിറഞ്ഞ രീതിയിൽ നല്ല ഒരു പുരുഷനെ അല്ലെങ്കിൽ ഒരു സ്ത്രീയെ ലഭിക്കുകയാണെങ്കിൽ രണ്ടുപേരും കാര്യങ്ങൾ വ്യക്തമായിട്ട് അറിഞ്ഞ് ധൈര്യമായിട്ട് വിവാഹം കഴിക്കാം. ചൊവ്വാദോഷത്തെക്കുറിച്ചും അതിൻ്റെ അന്ധവിശ്വാസത്തെക്കുറിച്ചും ഒന്നും ധരിച്ചുകൊണ്ടിരിക്കേണ്ട ഒരാവശ്യവും ഇല്ല. ഇത് ജാതകം നോക്കി വിവാഹം കഴിക്കുന്ന കാര്യത്തിലും ആപ്ലിക്കബിൾ ആണ്. ഒരു പെൺകുട്ടിക്ക് 23-24 വയസ്സ് വരെ
നല്ല ജാതക ചേർച്ചയുള്ള പയ്യൻ കിട്ടുമോ നോക്കാം. ആൺകുട്ടികൾക്ക് 27-28 വയസ്സ് വരെ ജാതക ചേർച്ചയുള്ള പെൺകുട്ടി കിട്ടുമോ നോക്കാം. അത് കിട്ടുന്നില്ല എങ്കിൽ പിന്നെ ജാതകത്തെ തന്നെ ആശ്രയിക്കേണ്ട കാര്യമില്ല. നല്ല ഒരു വീട്ടിൽ നിന്ന് നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള മനസ്സിന് ചേർന്ന എന്നൊരൊറ്റ വരിയിൽ പറഞ്ഞാൽ അതായിരിക്കും ഉത്തമം. മനസ്സിന് ചേർന്നൊരു പെൺകുട്ടിയെ വിവാഹം കഴിക്കാം. അന്ധവിശ്വാസത്തിലേക്കും ദുരാചാരത്തിലേക്കും നമ്മൾ പോവേണ്ട യാതൊരു കാര്യമില്ല. ജാതക പൊരുത്തത്തെ സംബന്ധിച്ചു കൂടി പറഞ്ഞു തരാമോ? യഥാർത്ഥത്തിൽ ജാതക പൊരുത്തം നോക്കുന്ന പ്രൊസീജിയർ, ജാതകം കൊടുക്കൽ, അതിനെക്കുറിച്ചുള്ള ചർച്ച ചെയ്യൽ, അതുമായിട്ടുള്ള കാര്യങ്ങൾ വിമർശന ബുദ്ധിയ വിശകലനം ചെയ്യൽ, ഇതെല്ലാമാണ് യഥാർത്ഥത്തിൽ പെൺകുട്ടിയെക്കുറിച്ചും ആൺകുട്ടിയെക്കുറിച്ചും ഓപ്പോസിറ്റ് വീട്ടുകാർക്ക്, പെൺകുട്ടിയെക്കുറിച്ച് ആൺകുട്ടിയുടെ വീട്ടുകാർക്കും ആൺകുട്ടിയെക്കുറിച്ച് പെൺകുട്ടിയുടെ വീട്ടുകാർക്കും കുറേ അധികം അഭിപ്രായങ്ങൾ മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കാൻ കൂടി വേണ്ടിയാണ് ഈ ജാതക കൈമാറ്റം, ജാതക പൊരുത്തം തുടങ്ങിയ കാര്യങ്ങൾ ചെയ്യുന്നത്. ജാതകം പൊരുത്തത്തിൽ നല്ല രീതിയിൽ ജാതക പൊരുത്തമുള്ള ഒരു കപ്പിള് നല്ല രീതിയിൽ ജീവിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. നിങ്ങൾ നോക്കാം, ശ്രീരാമനും സീതയും പെർഫെക്റ്റ് ആയിട്ട് ജാതക പൊരുത്തമുള്ള ജാതകമായിരുന്നു അത്രേ. ജാതകം നോക്കിയതാണെങ്കിൽ വസിഷ്ഠ മഹർഷിയാണ് അത്രേ. പക്ഷെ അവർ സ്വസ്ഥമായിട്ട് ജീവിച്ചിട്ടേ ഇല്ല. ശ്രീകൃഷ്ണൻ വിവാഹം കഴിച്ചപ്പോൾ ജാതകം നോക്കിയിട്ടേ ഇല്ല. അതുകൊണ്ട് നമ്മൾ കുറേ കൂടി മോഡേൺ ആവണം. നന്മകൾ വേണമെങ്കിൽ എടുക്കാം, അത് നല്ലതാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു പരിധി വരെ അതെടുക്കാം, അത് കഴിഞ്ഞത് വിട്ടേക്കാം, അതിൽ തന്നെ കടിച്ചു തൂങ്ങരുത് എന്ന് പറയും. സിസേറിയൻ നമ്മൾ തീരുമാനിക്കുന്നതാണെങ്കിലും അങ്ങനെ തീരുമാനിക്കുവാൻ പ്രകൃതി തോന്നിച്ചതല്ലേ? യഥാർത്ഥത്തിൽ സിസേറിയൻ എന്ന് പറയുന്നത് പ്രകൃതി തീരുമാനിച്ച സമയത്തിലല്ല ഒരു കുട്ടി ജനിക്കുന്നത്, മനുഷ്യനുണ്ടാക്കിയ സമയത്തിലാണ്. അതുകൊണ്ട് സിസേറിയനിലൂടെ ലഭിക്കുന്ന ജാതകം എത്രത്തോളം പെർഫെക്റ്റ് ആണെന്നുള്ളതിനെക്കുറിച്ച് വ്യക്തമായിട്ട് പറയാൻ സാധിക്കില്ല. സിസേറിയൻ പ്രകൃതിയുടെ നിർബന്ധം കൊണ്ടാണ് നമ്മൾ ചെയ്യുന്നതെങ്കിൽ പോലും സിസേറിയനിലൂടെ ജനിക്കുന്ന ആ കുട്ടിയുടെ സമയം മനുഷ്യൻ തീരുമാനിച്ചതാണ്, പ്രകൃതി തീരുമാനിച്ചതല്ലാത്തത് കൊണ്ട് കുറേ കുറവുകൾ ഉണ്ടാവാൻ സാധിക്കും. എന്നാലും എൻ്റെ മകളുടെ കുട്ടി സിസേറിയനിലൂടെയാണ് ജനിച്ചത്, പക്ഷെ ജാതകമുണ്ട്, എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, അത് സിസേറിയനിലൂടെയാണ് എന്ന് നമ്മൾ അറിയണമെന്ന് മാത്രമേ ഉള്ളൂ. എന്തെല്ലാം ജാതകത്തിൽ പൊരുത്തക്കേടുകൾ ഉണ്ടെങ്കിലും ഒരു പക്ഷേ സിസേറിയനിലൂടെയാവാം എന്ന് ഓർമ്മിക്കാം. ബർത്ത് സ്റ്റോൺ മോതിരത്തിലിട്ട് വിരലിൽ അണിയുന്നത് ബെനിഫിറ്റ് ആണോ? എൻ്റെ അഭിപ്രായത്തിൽ ഈ ബർത്ത് സ്റ്റോണോ നവരത്നങ്ങളോ ഇതൊക്കെ കയ്യിൽ അണിഞ്ഞതുകൊണ്ട് ഒരു ഗുണവും ഇല്ല, ഒരു പ്രയോജനവും ഇല്ല. അവനവൻ അനുഭവിക്കേണ്ട കാര്യങ്ങൾ അവനവൻ അനുഭവിക്കണം. ഒരു കല്ലിട്ടത് കൊണ്ട്, കയ്യിൽ മോതിരത്തിൽ കല്ലിട്ടത് കൊണ്ടൊന്നും ഈ അനുഭവിച്ച് തീർക്കാനുള്ളത് ഇല്ലാതെയാവില്ല, പുണ്യവും കിട്ടില്ല, അല്ലെങ്കിൽ പാപം കുറയേയില്ല. അനുഭവിച്ച് തീർക്കേണ്ട കാഠിന്യം കുറയാൻ ഒരു കല്ലിട്ടാൽ മതിയെങ്കിൽ എത്ര എളുപ്പമാണ്. അടുത്ത ചോദ്യം, ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ നമ്മുടെ ശരീരത്തിൽ സൊല്യൂഷൻ അഥവാ എനർജി പരമായി എന്തെങ്കിലും സംഭവിക്കുന്നുണ്ടോ? ജനറലി നോക്കുകയാണെങ്കിൽ നമ്മുടെ അമ്പലത്തിലേക്ക് പോകുന്നത് എനർജൈസേഷന് വേണ്ടിയിട്ടാണ്. നമ്മളിൽ തന്നെയാണ് ഈശ്വര ചൈതന്യം ഉള്ളത്. അപ്പൊ അമ്പലത്തിലുള്ള ലൈറ്റ് എനർജി, ഹീറ്റ് എനർജി, സൗണ്ട് എനർജി, കെമിക്കൽ എനർജി, അത് നമുക്ക് ലഭിക്കാൻ, അതുപോലെ മനസ്സിന് സ്വസ്ഥത ലഭിക്കാൻ, ശാന്തി ലഭിക്കാൻ, പിന്നെ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പോകുമ്പോൾ ഉണ്ടാവുന്ന ബന്ധം വർദ്ധിപ്പിക്കാൻ, മനസ്സിന് സ്വസ്ഥത, ശരീരത്തിന് ആരോഗ്യം, സമൂഹത്തിൽ ധാരാളം പേര് അമ്പലത്തിൽ വരും, അവരെ ഒരുമിച്ച് കണ്ട് ഷെയറിങ്, കെയറിങ് ആൻഡ് ക്യൂറിങ് നടത്താൻ, ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അമ്പലത്തിൽ പോകുന്നത്. അല്ലാതെ നമ്മുടെ പാപം ഈശ്വരന്റെ തലയിൽ കെട്ടിവെക്കാനോ അമ്പലത്തിൽ വഴിപാട് നടത്തിയത് കൊണ്ട് എൻ്റെ പാപം ഈശ്വരൻ സന്തോഷത്തോടുകൂടി ഇല്ലാതെയാക്കുമെന്ന് ധരിക്കുകയോ ചെയ്താൽ നമ്മൾ പിന്നെ എന്തിനാ താൻ നിരന്തരം ചെയ്യുന്ന കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ എന്ന് പറയുന്നത്? എൻ്റെ പാപം യേശുക്രിസ്തു ഏറ്റെടുക്കുമെങ്കിൽ എന്ത് എളുപ്പമാണ്. കുറേ പാപം ചെയ്യുക, ഇന്ന് യേശുക്രിസ്തുവിനോട് ഏറ്റെടുത്തോളാൻ പറയാം. ഇന്ന് ഞാൻ ചെയ്യുന്ന പാപത്തിന് വേണ്ടി 2000 വർഷങ്ങൾക്ക് മുമ്പ് ഒരാൾ കുരിശിലേറി എന്ന് പറഞ്ഞാൽ എന്തൊരു മണ്ടത്തരാണ്. എൻ്റെ പാപത്തിന് വേണ്ടി ദൈവത്തിൻ്റെ പുത്രനെ കുരിശിലേറ്റി എന്ന് പറഞ്ഞാൽ എന്ത് എളുപ്പമാണ്. ഈ പൂജപ്പുര സെൻട്രൽ ജയിലിലുള്ളവർക്ക് എല്ലാവർക്കും കൂടി വേണ്ടി വേറൊരു യേശുക്രിസ്തു ജയിലിൽ കയറിയാൽ പോരെ. മാത്രമല്ല വേറൊരു അബദ്ധവും കൂടി നോക്കാം. പാപികൾക്ക് വേണ്ടി ഒരു പുണ്യാത്മാവിനെ കുരിശിലേറ്റുക എന്ന് പറഞ്ഞാൽ എന്തൊരു നികൃഷ്ടമായ കർമ്മമാണ്. പാപം ചെയ്തവരെ ശിക്ഷിക്കുന്നതിന് പകരം പാപികൾക്ക് വേണ്ടിയിട്ട് പാപം ചെയ്യാത്ത ഒരാളെ കുരിശിലേറ്റുക. അതുകൊണ്ട് അമ്പലത്തിൽ പോകുന്നത് എൻ്റെ പാപം തീർക്കാനല്ല. അടുത്ത ചോദ്യം, മഹാവിഷ്ണു, ശിവൻ തുടങ്ങിയ എല്ലാ ഈശ്വരന്മാരും മുൻപ് ജീവിച്ചിരുന്ന നമ്മളെപ്പോലെയുള്ള ആളുകളാണോ? അല്ല, ത്രിമൂർത്തി സങ്കല്പം എന്നാ പറയാ.
അത് യഥാർത്ഥത്തിൽ സങ്കല്പം മാത്രമാണ്, കൺസെപ്റ്റ് മാത്രമാണ്. സൃഷ്ടിയെ നമ്മൾ ബ്രഹ്മാവിന്റെ രൂപത്തിലും സ്ഥിതിയെ നമ്മൾ മഹാവിഷ്ണുവിന്റെ രൂപത്തിലും സംഹാരത്തെ നമ്മൾ വിഷ്ണുവിന്റെ രൂപത്തിലും സങ്കല്പിച്ചു. സങ്കല്പം എന്ന് അതിന് പറയാം. അപ്പോ ഓർമ്മിക്കുക, മറ്റ് മനുഷ്യരല്ല ഭാരതത്തിലെ ഈശ്വരന്മാര്. ശ്രീകൃഷ്ണൻ മനുഷ്യനാണ്, അതുകൊണ്ട് അവതാരം എന്ന് പറയാം. ശ്രീരാമൻ മനുഷ്യനാണ്, ഹിസ്റ്റോറിക്കൽ ഫിഗറാണ്, അതുകൊണ്ട് അവതാരം എന്ന് പറയുന്നു. ശങ്കരാചാര്യരെ അവതാരം എന്ന് പറയാം, വേദവ്യാസനെ അവതാരം എന്ന് പറയാം, അതുപോലെ തന്നെ വിവേകാനന്ദനെ അവതാരം എന്ന് പറയാം, ശരിക്കും സത്യസായിബാബയെ അവതാരം എന്ന് പറയാം, അമൃതാനന്ദമയ്യ അവതാരം എന്ന് പറയാം. നിങ്ങളും മനുഷ്യന്റെ ക്വാളിറ്റികൾ പരമമായ ലെവലിലെത്തി ഈശ്വരീയ ക്വാളിറ്റിയിലേക്ക് പോയാൽ നമ്മളും അവതാരങ്ങൾ തന്നെയാണ് എന്ന് ഓർമ്മിക്കാം. രാഹു, കേതു എന്നിവയടക്കം നവഗ്രഹങ്ങളെ ആധാരമാക്കിയാണല്ലോ ജ്യോതിഷ പ്രവചനം. ഇതിൽ രാഹുവും കേതുവും ഏത് ഗ്രഹത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം ഇൻഫ്ലുവൻസിങ്. ഗ്രഹം എന്ന വാക്കിന്റെ അർത്ഥം പ്ലാനറ്റ് എന്നല്ല. പ്ലാനറ്റ് എന്ന വാക്കിന്റെ അർത്ഥം താരാഗ്രഹം എന്നാണ്. ഗ്രഹം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, അനുഗ്രഹം, പരിഗ്രഹം, നിഗ്രഹം, ഗ്രഹണം. ഇൻഫ്ലുവൻസിങ് എന്നാണ് അർത്ഥം. അതിൽ രാഹുവും കേതുവും നോഡുകളാണ്. ഈ ഭൂമി സൂര്യന് ചുറ്റും കറങ്ങുമ്പോൾ പ്ലേനാർ നോഡിനെ 23.5 ഡിഗ്രി ക്രോസ് ചെയ്ത് വരുന്ന 2 നോഡുകളാണ് നമ്മൾ രാഹുവും കേതുവും പറയുന്നത്. പാശ്ചാത്യ ശാസ്ത്രജ്ഞന്മാർ അടുത്ത കാലം വരെ അംഗീകരിച്ചിരുന്ന ഗ്രഹങ്ങൾ ഇപ്പോൾ അവർ പ്ലൂട്ടോവിനെ അംഗീകരിക്കുന്നില്ല. അവരംഗീകരിച്ചോ ഇല്ലയോ എന്നൊന്നും നമുക്ക് പ്രശ്നമല്ല. യഥാർത്ഥത്തിൽ ആനയെ ആന എന്ന് അംഗീകരിക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ആനയ്ക്ക് വല്ല കുഴപ്പമാണ്. പ്ലൂട്ടോയും നെപ്റ്റ്യൂണും ഭാരതത്തിലെ ഗ്രഹങ്ങളിലില്ല. അത് രാഹുവും കേതുവുമല്ല. ഇടവലഗ്നമുള്ള സ്ത്രീക്ക് 9 നീചത്തില് വ്യാഴം ഗുണം ചെയ്യുമോ? 9 വ്യാഴം നിൽക്കുമ്പോൾ നീചത്തിലാണ് ഗ്രഹമെങ്കിൽ ആ വ്യാഴത്തിൽ നിന്ന് ലഭിക്കുന്ന നന്മകള് ഇൻഡിക്കേഷനിലൂടെ വ്യാഴം നമുക്ക് തരുന്നു. ഇൻഡിക്കേഷനാണ് ഗ്രഹം, വ്യാഴമല്ല നമുക്ക് തരുന്നത്. വ്യാഴം ഇൻഡിക്കേറ്റ് ചെയ്യുന്നു. യഥാർത്ഥത്തിൽ നമുക്ക് നന്മകൾ ഉണ്ടാവില്ല, വളരെ കുറവ് മാത്രമേ ഉണ്ടാവുള്ളൂ. ചൊവ്വാദോഷമുള്ള സ്ത്രീയെ ദീർഘായുർ യോഗമുള്ള പുരുഷൻ വിവാഹം ചെയ്താൽ സ്ത്രീയുടെ വൈദവ്യ യോഗമാണോ പുരുഷന്റെ ദീർഘായുർ യോഗമാണോ അനുഭവത്തിൽ വരുന്നത്? ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ രണ്ടുപേരും ഒരുമിച്ചാവുന്ന സ്ഥിതിക്ക് ആയേച്ച വ്യയേച്ച ഏകഭാവേന സന്ധാരയേത്. വിവാഹത്തിന് ശേഷം 7ാം ഭാവമാണ് പാർട്ട്ണറായിട്ട് വരിക. ഈ 7ാം ഭാവം പാർട്ട്ണറായിട്ട് വരുമ്പോൾ സ്ത്രീയുടെ ജാതകത്തിലെ ഇൻഡിക്കേഷനും പുരുഷന്റെ ജാതകത്തിലെ ഗ്രഹങ്ങളുടെ ഇൻഡിക്കേഷനും ഒത്തിരി സ്വാധീനിക്കുന്നത് കൊണ്ട് ഒരാളുടെ നന്മ മറ്റേയാളുടെ നന്മയ്ക്ക് കാരണമാവും, ഒരാളുടെ തിന്മ കുറച്ചൊക്കെ മറ്റേയാളുടെ തിന്മയ്ക്കും കാരണമാവും. ഒരു രാശിയിൽ നിൽക്കുന്ന നക്ഷത്രങ്ങളെ കൂട്ടി യോജിപ്പിച്ച് വരച്ചാൽ ആകൃതിയാണ് രാശി പ്രതീകം എന്ന് ചില പുസ്തകങ്ങളിൽ പ്രതിപാദിച്ചിട്ടുണ്ട്. അങ്ങയുടെ പുസ്തകത്തിൽ ഈ പരാമർശം കാണുന്നില്ല. അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അശ്വതി എന്ന് പറഞ്ഞാൽ ഒരു നക്ഷത്രമല്ല, 7 നക്ഷത്രങ്ങളാണ്. ഭരണിക്ക് 4ഓ 5ഓ നക്ഷത്രങ്ങളുണ്ട്. അതുപോലെ തന്നെ പൂരാടത്തിന് 5-6 നക്ഷത്രങ്ങളുണ്ട്. ചില നക്ഷത്രത്തിന് 13 സ്റ്റാർ ഉണ്ട്. ഞാൻ നക്ഷത്രം ഉദ്ദേശിച്ചത് സ്റ്റാർ. അശ്വതിക്ക് 7 സ്റ്റാർ ഉണ്ട്. അവയെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ കിട്ടുന്ന കോൺസ്റ്റലേഷനാണ് അശ്വതിയുടെ ആകൃതി, ഭരണിയുടെ ആകൃതി, മിഥുനത്തിന്റെ ആകൃതി എന്ന് നമ്മൾ പറയുന്നത്. അപ്പൊ ഒരു നക്ഷത്രത്തിൽ, അശ്വതി എന്ന നക്ഷത്രത്തിൽ എത്ര സ്റ്റാറുകളുണ്ടോ അതിനെ കൂട്ടി യോജിപ്പിക്കുമ്പോൾ ലഭിക്കുന്നതാണ് സെലസ്റ്റിയൽ ബോഡീസിന്റെ എന്താ പറയുക രൂപം. ആ രൂപത്തിനനുസരിച്ചിട്ടാണ് നമ്മൾ അശ്വതിക്കൊരു രൂപം കൊടുത്തു, ഭരണിക്കൊരു രൂപം കൊടുത്തു, കാർത്തികയ്ക്കൊരു രൂപം കൊടുത്തു. അങ്ങനെ ആ രൂപത്തിനെ ചേർത്തിട്ടാണ് നമ്മൾ മേടം രാശിക്കൊരു രൂപം കൊടുത്തു, ഇടവം രാശിക്കൊരു രൂപം കൊടുത്തു, മിഥുനം രാശിക്കൊരു രൂപം കൊടുത്തു. അപ്പൊ മിഥുനത്തിന് 2 കുട്ടികളുടെ എങ്ങനെയാ വന്നത്? അതുപോലെ കർക്കിടകത്തിന് ഒരു തേളിന്റെ വന്നത് നക്ഷത്രങ്ങളെ കൂട്ടി യോജിപ്പിച്ചിട്ടാണ് എന്ന് പ്രത്യേകം ഓർപ്പിക്കാം. ആധുനിക സമൂഹത്തിൽ ക്ഷേത്രങ്ങളും അന്ധവിശ്വാസങ്ങളെ പിന്തുണയ്ക്കുന്നില്ലേ? എല്ലാ അന്ധവിശ്വാസങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട്. നമ്മുടെ ബുദ്ധിയും നമ്മുടെ യുക്തിയും നമ്മുടെ ശാസ്ത്രബോധവും മറ്റൊരാൾക്ക് അടിയറ വയ്ക്കാതിരിക്കുകയാണെങ്കിൽ അന്ധവിശ്വാസങ്ങൾ നമ്മളെ ബാധിക്കില്ല. ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയിൽ പറഞ്ഞത് ജ്ഞാനം വിജ്ഞാന സഹിതം യജ്ഞാത്വാ മോക്ഷ്യത്തെ അശുഭാത്. ആത്മീയത പോലും സയൻസ് കൊണ്ട് വിശകലനം ചെയ്താൽ അന്ധവിശ്വാസങ്ങൾ ഉണ്ടാവില്ല എന്നാ പറഞ്ഞത്. ജ്ഞാനം എന്ന് പറഞ്ഞാൽ ആത്മീയത, വിജ്ഞാനം എന്ന് പറഞ്ഞാൽ സയൻസ്. ആ സയൻസ് കൊണ്ട് ആത്മീയത വിശകലനം ചെയ്താൽ
നമുക്ക് അന്ധവിശ്വാസം ഉണ്ടാവില്ല. ആരെങ്കിലും പറഞ്ഞു, അയാൾ പറഞ്ഞു, സന്യാസി പറഞ്ഞു, ഗുരു പറഞ്ഞു, അതുകൊണ്ട് ഞാനത് ചെയ്യുന്നു എന്നുള്ളതൊക്കെ മാറ്റുക. നമ്മുടെ ബുദ്ധിയും യുക്തിയും ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി നമ്മുടെ മനസ്സിന് ഗുണം ചെയ്യുമോ, നമ്മുടെ ശരീരത്തിന് ആരോഗ്യം തരുമോ, നമ്മുടെ കുടുംബ ബന്ധം ദൃഢമാക്കുമോ, നമ്മുടെ സംസ്കാരം അന്ധവിശ്വാസമുക്തമാകുമോ, നമ്മുടെ സമൂഹത്തിന് അത് പ്രയോജനമുണ്ടോ, നമ്മുടെ രാഷ്ട്രത്തിന് അത് പ്രയോജനമുണ്ടോ, ഉണ്ടെങ്കിൽ ആ ആചാരങ്ങൾ അനുഷ്ഠിക്കാം. അല്ലാത്തത് നമ്മൾ കളയുക. അത് ക്ഷേത്രവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ പോലും തിന്മകൾ മാറ്റാൻ നമുക്ക് സാധിക്കണം. ക്ഷേത്രത്തിനകത്ത് പാൻറ് നിഷേധിക്കപ്പെടുന്നത് ഇത് സൂചിപ്പിക്കുന്നില്ലേ? ഞങ്ങൾക്കൊരു അമ്പലമുണ്ട്, പാൻറ്റും ഷർട്ടും ഒക്കെ ഇട്ട് പോവാം. ഇപ്പൊ ധാരാളം അമ്പലങ്ങളിൽ പാൻറ്റും ഷർട്ടും ഇട്ടുകൊണ്ട് പോകാം. നിങ്ങളുടെ അമ്പലങ്ങളിലും പാൻറ്റും ഷർട്ടും ഇട്ടുകൊണ്ട് പോകണമെന്ന തീരുമാനം എടുപ്പിക്കുക. കേരളത്തിന് പുറത്ത് ഒരമ്പലങ്ങളിലും പാൻറ് ഇടാൻ പാടില്ല, ഷർട്ട് ഇടാൻ പാടില്ല എന്നൊന്നുമില്ല. കേരളത്തിന് മാത്രമായിട്ടൊരു റൂള് എങ്ങനെയോ അബദ്ധത്തിലുണ്ടായതാണ്. അതൊക്കെ മാറ്റാൻ ശ്രമിക്കുക. മാറ്റുവിൻ ചട്ടങ്ങളെ. ഇതിനെതിരെ സാറിന്റെ അഭിപ്രായം എന്താണ്? അതാണ് ഞാൻ പറഞ്ഞത്. ഈ വിദ്വാന്റെ ജോലി എന്തായിരിക്കും ശോഭിക്കുക? ഇങ്ങനെ ഒരു രാശിചക്രം തന്നാൽ നമുക്ക് പെട്ടെന്നൊന്നും പറയാൻ സാധിക്കില്ല. പറഞ്ഞാൽ അത് തെറ്റുമായിരിക്കും. കാരണം ഭാവചക്രം എടുത്ത് വേണം കാര്യങ്ങൾ പറയാൻ. ലഗ്നത്തിൽ നിന്ന് 15 ഡിഗ്രി ഇടത്തോട്ടും 15 ഡിഗ്രി വലത്തോട്ടും എടുത്ത് വീണ്ടും രാശിചക്രം വരച്ച് ഏത് ദശയിലാണ് ഇപ്പോൾ അയാളുള്ളതെന്നറിഞ്ഞ് അതിന് കുറേ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ ഉണ്ട്. ആ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ പ്യൂർലി സയൻസ് ആണ്. അതിനടിസ്ഥാനമായിട്ടുള്ള അസ്ട്രോണമി പ്യൂർലി സയൻസ് ആണ്. ആ രണ്ട് സയൻസിന്റെ അടിസ്ഥാനത്തിലാണ് സയൻസ് അല്ലാത്ത പ്രഡിക്ഷൻ നമ്മൾ നടത്തുന്നത്. അതുകൊണ്ട് പ്രഡിക്ഷൻ നടത്താൻ വെറും രാശിചക്രം നോക്കിയിട്ട് ആര് പ്രഡിക്ഷൻ നടത്തിയാലും ശുദ്ധ അബദ്ധവും. അതുപോലൊരു അബദ്ധമാണ് ചില പത്രങ്ങളില്, മാസികകളില്, ആഴ്ച പതിപ്പിൽ വരുന്നത്. ഈ ആഴ്ച നിങ്ങൾക്ക് എന്ന് പറയുന്നത്, ഇപ്പോ മിഥുന കൂറുകാരന്, ഇടവ കൂറുകാരന് ഈ ആഴ്ചയിൽ വിവാഹയോഗം ഉണ്ടാവും. 85 വയസ്സായ ഒരാൾ മിഥുനക്കൂറ് വരാൻ പാടില്ല എന്നില്ലല്ലോ. അയാൾക്ക് ഇനി എവിടെ വിവാഹമാണ്? 94 വയസ്സായിട്ടുള്ള ഒരാൾ അശ്വതിയിൽ ജനിച്ചു എന്ന് വിചാരിക്കാം, വാഹന യോഗമുണ്ട്. എന്താ ഇതിൻ്റെ അർത്ഥം? ഇനി അയാൾക്ക് ഒരു വാഹനേ വേണ്ടൂ ഈ ലോകത്ത് നിന്ന് അന്ത്യയാത്ര ചെയ്യാനുള്ള വാഹനം. അപ്പൊ ഈ ഗോചരത്തിന്റെ അടിസ്ഥാനത്തിൽ പത്രമാധ്യമങ്ങളിൽ വരുന്ന ഈ ആഴ്ച, ഈ മാസം, ഇതൊക്കെ 100% അബദ്ധമാണ്. പക്ഷേ ചിലത് ശരിയാവുകയാണെങ്കിൽ അത് ഗണിച്ച ആളുടെയോ ജാതകത്തിൻ്റെയോ അല്ല, അത് പ്രൊബബിലിറ്റി അനുസരിച്ച് ശരിയാവുകയാണ്. യഥാർത്ഥത്തിൽ ശരിയാവുകയല്ല. പ്രൊബബിലിറ്റി അനുസരിച്ചിട്ട് കുറേ കാര്യം പറയുമ്പോൾ ചിലതൊക്കെ ശരിയാവും. അതിന് ജ്യോതിഷം പഠിക്കണമെന്നൊന്നുമില്ല. അവയവം ദാനം ചെയ്യുന്നത് ശരിയാണോ? തീർച്ചയായിട്ടും ശരിയാണ്. പരമാവധി എൻകറേജ് ചെയ്യണം. നമ്മളുടെ ശരീരം ദാനം ചെയ്യുന്നത് പോലെയാണ്. രക്തദാനം, നേത്രദാനം, വസ്ത്രദാനം, പശുദാനം, ഭൂമിദാനം. അപ്പോൾ അവയവം ദാനം ചെയ്യാന്ന് വെച്ചാൽ നമ്മളെ തന്നെ മാനവരാശിയുടെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാൻ വളരെ നല്ലതാണ്. നിയതിയുടെ നിയമം അനുസരിച്ച് അന്ധനുമായുള്ള ആൾക്ക് കണ്ണ് ദാനം ചെയ്ത് അന്ധത മാറ്റിയാൽ ദാനം ചെയ്യുന്ന ആൾക്ക് അന്ധത ഉണ്ടാകാതിരിക്കുമോ? നിയതി എന്ന് പറയുന്നത് ഒരുവൻ ഒരു പക്ഷെ അനുഭവിക്കേണ്ടി വരുന്നതാണെങ്കിലും അതില്ലാതെയാക്കാൻ മറ്റുള്ളവർ ശ്രമിക്കുന്നതാണ് യഥാർത്ഥത്തിൽ യജ്ഞം. യജ്ഞം എന്ന് പറയുന്നത് യജ്ഞാർത്ഥ കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധന തദർത്ഥം കർമ്മകൗന്ദേയ മുക്തസംഗ സമാചര. യജ്ഞഭാവത്തിൽ നന്മകൾ ചെയ്യാം. സ്വീകരിക്കുന്ന ആളുടെ നിയതിയെക്കുറിച്ച് നമ്മൾ ചിന്തിക്കേണ്ട കാര്യമില്ല. ഒരു ഭിക്ഷക്കാരനെ കണ്ടിട്ട് താൻ ഭിക്ഷക്കാരനായി ജനിക്കേണ്ടത് തൻ്റെ തലവിധിയാണ്, അതുകൊണ്ട് ഞാൻ തനിക്കൊന്നും തരില്ല എന്നല്ല. താൻ ഭിക്ഷക്കാരനാണെങ്കിൽ പോലും തൻ്റെ ദുഃഖത്തെ ഞാൻ പങ്കുവെക്കുന്നു, തൻ്റെ ദുഃഖം ഇല്ലാതെയാക്കാൻ ഞാൻ പരമാവധി ചെയ്യുന്നു. ഈ വീക്ഷണമാണ് സഹായിക്കുന്ന ആൾക്ക് ഉണ്ടാവേണ്ടത്. ദുർഗാഷ്ടമിയുടെ കഥ എന്താണ്? അങ്ങനെയില്ല. ഒരു കഥയോ ചരിത്രത്തിൻ്റെയോ അടിസ്ഥാനത്തിൽ വേണമെന്നില്ല നമ്മൾ പലതും ചെയ്യുന്നത്. വിദ്യ സരസ്വതി ദേവിയാണ്. ദുർഗാഷ്ടമി ദിവസം ആയുധ പൂജ, പാർവതി ശക്തിയുടെ ദേവതയാണ്. അപ്പോൾ ലക്ഷ്മി, പാർവതി, സരസ്വതി ഇവരെയാണ് നമ്മൾ മഹാനവമി, ദുർഗാഷ്ടമി, മഹാനവമി, വിജയദശമി ദിവസം പൂജിക്കുന്നത്. ഇച്ഛാശക്തിയും ജ്ഞാനശക്തിയും ക്രിയാശക്തിയുമാണത്. ഇവര് നമ്മളുടെ ശരീരത്തിലുള്ള ശക്തികളാണ്. യാദേവി സർവഭൂതേഷു മാതൃരൂപേണ സംസ്ഥിത. അമ്മയുടെ രൂപത്തിൽ നമ്മളിലുണ്ട്. യാദേവി സർവഭൂതേഷു ജ്ഞാനരൂപേണ സംസ്ഥിത. അറിവിന്റെ രൂപത്തിൽ നമ്മളിലുണ്ട്. യാദേവി സർവഭൂതേഷു
ശക്തി രൂപേണ സംസ്ഥിത. ആ ശക്തി നമ്മളുടെ മനസ്സിലുണ്ട്. ഉദാഹരണമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി അമേരിക്കയിൽ പോയിരുന്നു. 9 ദിവസം ഭക്ഷണം കഴിക്കാതെ വ്രതത്തിലായിരുന്നു. ആലോചിച്ച് നോക്കാം. ഫുഡ് ഗീവ്സ് യു എനർജി. ഭക്ഷണം നമുക്ക് എനർജിയാ തരിക. മൈൻഡ് ഗീവ്സ് യു പവർ. മൈൻഡ് നമുക്ക് പവർ തരുന്നു. അതിൻ്റെ തെളിവ് 9 ദിവസം ഒന്നും കഴിക്കാതെ 19 പരിപാടികളിലും പ്രഭാഷണങ്ങളിലും ഉജ്ജ്വലമായിട്ടുള്ള ആഹ്വാനങ്ങളിലും അദ്ദേഹത്തിന് മുഴുകുമ്പോൾ ക്ഷീണം തോന്നിയില്ല. അപ്പം മൈൻഡ് ഗീവ്സ് അസ് പവർ. അപ്പം നമ്മളൊരു ശക്തിയുണ്ട്. ഇപ്പൊ ദുർഗാഷ്ടമി ആയാലും മഹാനവമി ആയാലും വിജയദശമി ആയാലും ഓർമ്മിക്കാനുള്ളത് അത് ശക്തിയുടെ ആരാധനയാണ്. നിർഭാഗ്യവശാൽ സെയിന്റ് ബസേലിയസ് ചർച്ച് കോട്ടയത്ത് അവിടെ മേജർ ആർച്ച് ബിഷപ്പ് മാർ ബസേലിയോസ് കത്തോലിക്ക ബാവ ഈ ഒക്ടോബർ 3 വിജയദശമി ദിവസം ഒരു കുട്ടിയെ എഴുത്തു കൂതാശ വെഞ്ചരിച്ചുകൊണ്ട് പറയുകയുണ്ടായി. ഒരു ബിഷപ്പ് ഇത്രയും വലിയ കള്ളത്തരം പറയുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ കേൾക്കുന്നത്. വിജയദശമി ദിവസം എന്ന് പറയുന്നത് യഹോവ യേശുക്രിസ്തുവിന് ജ്ഞാനം നൽകിയ ദിവസമാണത്രേ. ശിവരാത്രി എന്ന് പറയുന്ന മിശിഹ രാത്രിയാണെന്ന്. സത്യത്തില് ആ ബിഷപ്പിന്റെ നാക്ക് അങ്ങനെ പ്രവർത്തിച്ച ആ യഹോവയ്ക്ക് ശക്തിയില്ല എന്ന് വേണം പറയാൻ. പച്ച നുണ ഒരു ബിഷപ്പ് തൻ്റെ കുഞ്ഞാടുകളുടെ മുമ്പിൽ പറയുമ്പോൾ ഇയാൾക്ക് എങ്ങനെയാ താരയിൽ ഇരുന്നുകൊണ്ട് കുർബാന നടത്താനും നടത്തിക്കാനുമുള്ള യോഗം ഉണ്ടാവുക? കഴുത്തിൽ രുദ്രാക്ഷോട്ട് തലയിൽ തൊപ്പിയിട്ട് ഒരു നല്ല ഭാരതീയ പൈതൃകത്തെ തീവ്രവാദിയെ പോലെ കൊല ചെയ്യല്ലേ ഇങ്ങനെ ചെയ്തത്? ബൈബിളിൽ ഒന്നുമില്ലെങ്കിൽ ബൈബിൾ ഉപേക്ഷിച്ച് ഇവിടേക്ക് വന്നൂടെ? ഹിന്ദു ധർമ്മത്തിലേക്ക് വന്നൂടെ? ഹിന്ദു ധർമ്മത്തിലെ കൊടിമരം ഉപയോഗിച്ച് നികൃഷ്ടമായ രീതിയിൽ പള്ളിയിൽ തോന്നിയ സ്ഥലത്ത് വെക്കുക. ആ കൊടിമരത്തിന്റെ മുകളിൽ ദേവവാഹനം വെക്കുന്നതിന് പകരം യേശുവിനെ ആണിയടിച്ചു കൊന്ന കുരിശ് വെക്കുക. ആ കുരിശ് കഴുത്തിലിട്ടുകൊണ്ട് നടക്കുക. മാത്രമല്ല യേശു ക്രിസ്തുവിന്റെ ശരീരം ഒരാളുടെ ഇറച്ചി അപ്പമായിട്ട് കഴിക്കുക, ഒരാളുടെ ചോര വീഞ്ഞായിട്ട് കുടിക്കുക, എന്നിട്ട് ശവപ്പറമ്പിലും കുരിശ് വെക്കുക, കല്യാണത്തിനും കുരിശ് വെക്കുക, എന്നിട്ട് മനുഷ്യൻ പാപിയാണെന്ന് മുദ്ര കുത്തുക. ആ പാപത്തിന് വേണ്ടി 2000 കൊല്ലം മുമ്പ് ഒരാള് കുരിശിൽ കയറി എന്ന് പറയുക, അയാൾ കുരിശിൽ മരിച്ചു എന്ന് പറയുക, എന്നിട്ട് മരിച്ച ആൾ ജനിച്ചു എന്ന് പറയുക, എന്നിട്ട് അയാൾ സ്വർഗത്തിലേക്ക് പോയി എന്ന് പറയുക. എന്തെല്ലാം മണ്ടത്തരം പറയുന്നതിന്റെ കൂട്ടത്തില് പുതിയ പുതിയ മണ്ടത്തരങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ദുർഗാഷ്ടമിയും മഹാനവമിയും വിജയദശമിയും ഒന്നും ഇതുപോലെയുള്ള തെറ്റായിട്ടുള്ള ഫ്രോഡ് കഥകൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കരുത് എന്ന് മാത്രം പറയുന്നു. എൻ്റെ ജാതകം നോക്കിച്ചപ്പോൾ ജ്യോത്സ്യൻ പറഞ്ഞു എനിക്ക് മുൻജന്മത്തിലും ഈ ജന്മത്തിലും സർപ്പദോഷമുണ്ട് എന്ന്. എന്താണ് സർപ്പദോഷം? യഥാർത്ഥത്തിൽ രാശിചക്രത്തില് രാഹു ലഗ്നത്തിലൊക്കെ ഇരിക്കുകയാണെങ്കിൽ ചിലപ്പോൾ ചിലർ പറയും സർപ്പദോഷം ഉണ്ടെന്ന്. ഇതിനെക്കുറിച്ച് സയന്റിഫിക്കലി ഒരു തെളിവും ഇതുവരെ ലഭിച്ചിട്ടില്ല. എന്നാലും ഞാനൊരു ഉദാഹരണം പറയാം. എൻ്റെ അമ്മയുടെ സഹോദരന് 2 ഏക്കർ സ്ഥലം തൃപ്പൂണിത്തുറയിൽ ഉണ്ടായിരുന്നു. ആ സ്ഥലം ഒരു ക്രിസ്ത്യാനി വാങ്ങിച്ചു, വർഗീസ്. എനിക്ക് അയാളെ നല്ലോണം അറിയാം, ഞാൻ തൃപ്പൂണിത്തുറക്കാരനാ. വർഗീസ് വാങ്ങിച്ചു. അപ്പോൾ അമ്മാവൻ വർഗീസിനോട് പ്രത്യേകം പറഞ്ഞിരുന്നു, സർപ്പക്കാവുണ്ട്, ആ സർപ്പക്കാവിൻ്റെ 2 സെന്റ് സ്ഥലത്തിന് ഞാൻ പൈസ വാങ്ങിച്ചിട്ടില്ല, അതുകൊണ്ട് ഒരു തറ കെട്ടിയിട്ട് സർപ്പക്കാവ് മാറ്റി വെച്ചേക്കണം, നിങ്ങൾ അത് ഒരു കാരണവശാലും നശിപ്പിക്കരുതെന്ന് പറഞ്ഞു. വർഗീസ് വളരെ സന്തോഷത്തോടുകൂടി അത് ഏറ്റെടുത്തു. ആ 2 ഏക്കർ സ്ഥലം ഫ്രീ ആയിട്ട് കിട്ടിയതിൽ തനി ക്രിസ്ത്യാനിയുടെ സ്വഭാവവും കാണിച്ചു. എന്നിട്ട് വിറ്റ് കഴിഞ്ഞ് ഒരു മാസം കഴിഞ്ഞപ്പോൾ ആ തറയും അയാൾ ഉണ്ടാക്കിയില്ല, സർപ്പ വിഗ്രഹവും എല്ലാം അയാൾ തച്ചുടച്ച് അയാൾ ഭംഗിയായിട്ട് ആ പറമ്പ് ശരിയാക്കി. പക്ഷെ ഒരു 6 മാസം കഴിയുമ്പോൾ അയാളുടെ ശരീരം ഒരു പ്രത്യേക രീതിയിൽ സ്മെല്ല് വരാനും ഒരു പ്രത്യേക രീതിയിലുള്ള ചൊറിച്ചിലും ഒരു പ്രത്യേക രീതിയിൽ ചില ചെടികളുടെ പൂക്കളുണ്ട്, അതുപോലെ തന്നെ ആ പൂക്കളെ പോലെ ഒരു തരം പുറ്റയായിട്ട് വരാനും തുടങ്ങി. അദ്ദേഹം തൃപ്പൂണിത്തുറ ഗവൺമെൻറ് ആശുപത്രിയിൽ പോയി. അവിടുത്തെ ചീഫ് ഫിസിഷ്യൻ എന്ന് പറയുന്ന ഡോക്ടർ സുരേഷ് ദാസാണ്. എനിക്കറിയാം നല്ലോണം ആ ഡോക്ടറെ, എൻ്റെ അടുത്ത് താമസിക്കുന്ന ആളാണ്. അദ്ദേഹം ഇയാളെ മുഴുവനും നോക്കിയിട്ട് പറഞ്ഞു, എന്താ അസുഖം എനിക്കൊരു പിടുത്തവും കിട്ടണില്ല, നിങ്ങൾക്ക് എന്താ സംഭവിച്ചതെന്ന് എനിക്ക് അറിഞ്ഞൂടാ, ഇങ്ങനെ ഒന്ന് സംഭവിക്കാൻ നിങ്ങൾ എന്തെങ്കിലും ചെയ്തോ എന്ന് മാത്രം ചോദിച്ചു. അപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ സർപ്പവിഗ്രഹത്തെ നശിപ്പിച്ചു, അപ്പോൾ അതുകൊണ്ടാണോ എന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഏതായാലും എനിക്കിത് ചികിത്സിക്കാൻ സാധിക്കില്ല എന്ന് MBBS MD ഉള്ള
അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുകയുണ്ടായി. ഇത് അത് കാരണമാണെന്ന് ഞാൻ പറയുന്നില്ല. ഈ സർപ്പദോഷം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം അന്ധവിശ്വാസത്തിലേക്കൊന്നും പോകേണ്ട കാര്യമില്ല. ഒന്നിനോടും തിന്മ ചെയ്യാതിരിക്കുക, അതാണ് ഏറ്റവും നല്ലത്. പൈതൃകം എന്ന സിനിമയിൽ യുക്തിവാദികളായ ഭാര്യയും ഭർത്താവും സർപ്പദോഷത്തെക്കുറിച്ച് വിവരിക്കുന്ന ഒരു കഥയുണ്ട്. അതുപോലെ നമ്മളുടെ ജീവിതത്തിൽ തിന്മകൾ ഉണ്ടാവാതിരിക്കാൻ വേണ്ടി മാത്രം ശ്രമിക്കുക. സർപ്പദോഷം ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് വ്യക്തമായിട്ട് ഉത്തരം പറയാൻ എനിക്ക് സാധിക്കില്ല, അറിഞ്ഞും കൂടാ. ഇനി അറിയാവുന്നവരാരെങ്കിലും എന്തെങ്കിലും പറയുകയാണെങ്കിൽ അത് അവരുടെ അഭിപ്രായം മാത്രമാണ് എന്ന് ഓർമ്മിക്കാം. ഭീകരൻ 20 പേരെ വധിച്ച ഉദാഹരണം സാറ് പറഞ്ഞു. 3 തരത്തിലുള്ള കർമ്മബലത്തിൽ വധിക്കപ്പെട്ട 20 പേരുടെ കർമ്മബലം ഏതിൽപ്പെടും? മരിക്കാൻ ഒരുവന് യോഗമുണ്ട് എന്നുള്ളത് ഉറപ്പാണ്. അതെങ്ങനെ മരിക്കണം എന്നുള്ളതും അയാളുടെ വിധിയിലോ ഡെസ്റ്റിനിയിലോ ചിലപ്പോൾ പറഞ്ഞു കാണും. പക്ഷെ ഒന്ന് ഉറപ്പാണ്, അയാളെ കൊല്ലാനുള്ള വിധി എനിക്കില്ല, അയാളെ കൊല്ലാനുള്ള ഒന്നും എനിക്കില്ല. അതുകൊണ്ട് ഞാൻ ചെയ്യുന്ന തിന്മയുടെ ഫലം, ഫോർ എവറി ആക്ഷൻ ദർ ഈസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ. വ്രതങ്ങൾ, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്? ഏകാദശി വ്രതം, പ്രദോഷം, എല്ലാ വ്രതങ്ങൾക്കും 5 തരത്തിലുള്ള പ്രാധാന്യങ്ങളിൽ ഏതെങ്കിലും ഒന്നോ അതിൽ കൂടുതലോ ഉണ്ടാവും. മനസ്സിന് നന്മ വരുത്താനുള്ള വ്രതങ്ങൾ, ശരീരത്തിന് ആരോഗ്യം വരുത്താനുള്ള വ്രതങ്ങൾ, കുടുംബ ബന്ധം ദൃഢമാക്കാനുള്ള വ്രതങ്ങൾ, സമൂഹത്തിൽ നന്മ വരുത്താനുള്ള വ്രതങ്ങൾ, രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനുള്ള വ്രതങ്ങൾ. ഇപ്പൊ രാഷ്ട്രത്തിൻ്റെ ഐക്യത്തിനുള്ള വ്രതങ്ങളാണ് ക്ഷേത്ര ദർശനം. ഇപ്പോൾ ശബരിമലയിലേക്ക് ഭാരതത്തിലെ എല്ലാ സ്ഥലത്തു നിന്ന് ആൾക്കാർ വരുന്നുണ്ട്. കൈലാസ യാത്ര, ഋഷികേശ് യാത്ര, തിരുപ്പതി യാത്ര, പല സംസ്ഥാനത്തുകാർ ഒരുമിച്ച് വരികയാണ്. ഇപ്പൊ രാഷ്ട്രത്തിലെ സമൂഹത്തിന്റെ നന്മയ്ക്ക് ശിവരാത്രി ഒരുമിച്ച് ആഘോഷിക്കുക, രാമനവമി ആഘോഷിക്കുക, ജന്മാഷ്ടമി ആഘോഷിക്കുക, വിഷു ആഘോഷിക്കുക, ഓണം ആഘോഷിക്കുക. ഇതെല്ലാം സമൂഹത്തിൽ ഐക്യം ഉണ്ടാക്കാൻ സഹായിക്കും. കുടുംബ ബന്ധം ദൃഢമാക്കാൻ ഒരുമിച്ച് അമ്പലത്തിൽ പോവുക, പിതൃകർമ്മം നടത്തുക, രാവിലെയും വൈകുന്നേരം ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. അപ്പോൾ കുട്ടികളുടെ കൂട്ടത്തിൽ ഒരുമിച്ച് ചെലവഴിക്കുക, മക്കളെ അനുഗ്രഹിക്കുക, അനുമോദിക്കുക, അഭിനന്ദിക്കുക, ആശീർവദിക്കുക. കുടുംബ ബന്ധം ദൃഢമാക്കാനുള്ള ഇതാണ്. ശരീരത്തിന് നന്മ വരുത്താനുള്ള ആചാരം, സൂര്യ നമസ്കാരം ചെയ്യുക, പ്രാണായാമം ചെയ്യുക, ധ്യാനം ചെയ്യുക, രാവിലെ ജലപാന വ്രതം അനുഷ്ഠിക്കുക. ഏകാദശി വ്രതം അനുഷ്ഠിക്കുമ്പോൾ 36 മണിക്കൂറാണ് ഭക്ഷണം കഴിക്കാതിരിക്കേണ്ടത്. ഇന്ന് രാത്രി ഭക്ഷണം കഴിച്ചാൽ പിന്നെ മറ്റന്നാൾ രാവിലെ കഴിക്കാവും. 36 മണിക്കൂർ പട്ടിണി കിടക്കുന്നതാണ് ഏകാദശി വ്രതം. രാവിലെ സൂര്യോദയത്തിന് മുമ്പ് മൂക്കറ്റം ഇറച്ചി തിന്ന് രാത്രി സൂര്യാസ്തമയത്തിന് ശേഷം മൂക്കറ്റം ഇറച്ചി തിന്നുന്ന റംസാൻ വ്രതമല്ല ഭാരതത്തിലുള്ള വ്രതം. ഭാരതത്തിലുള്ള വ്രതം ഇന്ന് രാത്രി ഭക്ഷണം കഴിച്ച് നാളെ രാവിലെ ഇല്ല, ഉച്ചയ്ക്കില്ല, വൈകുന്നേരം ഇല്ല, രാത്രിയില്ല, മറ്റന്നാൾ രാവിലെ സിമ്പിൾ ഭക്ഷണം കഴിക്കുന്നതാണ് യഥാർത്ഥത്തിലുള്ള വ്രതം. മണ്ഡലകാലം എന്തുകൊണ്ട്? 41 ദിവസം ഒരു വ്യക്തി അടുക്കും ചിട്ടയോടും കൂടി ജീവിക്കുകയാണെങ്കിൽ അത് അയാളുടെ സ്വഭാവമായി മാറണം, ശീലമായി മാറണം. എങ്കിൽ മാത്രമേ മണ്ഡലകാല വ്രതത്തിൻ്റെ മഹത്വമുള്ളൂ. 41 ദിവസം മദ്യപിക്കില്ല, സിഗരറ്റ് വലിക്കില്ല, അതുപോലെ തന്നെ ഇറച്ചി കഴിക്കില്ല, മീൻ കഴിക്കില്ല, ഡെഡ് ബോഡി കഴിക്കില്ല, ലഹരി പദാർത്ഥങ്ങൾ കഴിക്കില്ല. അത് 41 ദിവസം കഴിക്കാതിരുന്നാൽ നമ്മളുടെ ശരീരം ആ 41 ദിവസം കൊണ്ട് ഇതൊന്നും ഇല്ലാതെ ജീവിക്കാനായിട്ട് തന്നെത്താനെ തയ്യാറാവും. പക്ഷെ 41 ദിവസം ഇതൊന്നും കഴിക്കാതെ പിന്നെ വീണ്ടും കഴിക്കാൻ തുടങ്ങുകയാണെങ്കിൽ ആ 41 ദിവസം വ്രതം അനുഷ്ഠിച്ചുകൊണ്ട് ഒരു പ്രയോജനമില്ല. ഷഷ്ട്യബ്ദ പൂർത്തി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യന്റെ പുരുഷായുസ് 120 വർഷമാണ്. മനുഷ്യന്റെ പുരുഷായുസ് 120 വർഷമാണ്. അതിൻ്റെ പകുതി 60 വർഷം. ആ 60ാമത്തെ ജന്മനക്ഷത്രത്തിന് ഇയാൾ ജനിച്ച സമയത്ത് ഉള്ള കോൺസ്റ്റലേഷൻ ആയിരിക്കും ഈ 60ാമത്തെ നക്ഷത്രത്തിനുള്ളത്. അതായത് യഥാർത്ഥത്തിൽ 60ാമത്തെ വയസ്സ് ഇടവമാസം കാർത്തികയാണെങ്കിൽ ജനിച്ചത് ഇടവമാസം കാർത്തിക രാവിലെ 9 മണിക്കാണെങ്കിൽ 60ാമത്തെ വയസ്സിലെ ഇടവമാസം കാർത്തിക രാവിലെ 9 മണിക്ക് ഈ കോൺസ്റ്റലേഷൻ അതേപോലെ വരും. അതുകൊണ്ടാണ് നമ്മൾ 50ാമത്തെ വർഷം ആഘോഷിക്കാതെ കോൺസ്റ്റലേഷനും സയന്റിഫിക്കലിയും അസ്ട്രോണമിക്കലിയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 60ാം വർഷം ആഘോഷിക്കുന്നത്. മുട്ടറക്കൽ നാളികേരവുമായി ബന്ധപ്പെട്ട ഒരു ചടങ്ങാണ്. നമ്മുടെ അച്യുതാനന്ദൻ സാറിൻ്റെ മകൻ അരുൺകുമാർ ഗുരുവായൂരിൽ ചെന്ന് നാളികേരം ഉരുട്ടി അച്ഛൻ്റെ എല്ലാവിധത്തിലുള്ള ദുഃഖങ്ങളും ഇല്ലാതെയാക്കാൻ മുട്ടർത്തു എന്ന് കേട്ടു. ഓർമ്മിക്കുക, മുട്ടറക്കൽ എന്നൊരു ചടങ്ങ് നമ്മുടെ ഇല്ല, ഇടക്കാലത്ത് ആരോ ഉണ്ടാക്കിയതാണ്.
അത് നടത്തുന്ന ആൾക്കത് മാനസികമായിട്ട് പ്രയോജനപ്പെടുമെങ്കിൽ ധൈര്യമായിട്ട് നടത്താം. അത് നടത്തുന്നതിൽ വിശ്വാസമില്ല എങ്കിൽ നടത്താതിരിക്കുക. എനിക്ക് വ്യാഴദശയിൽ അപഹാരകാലം എന്ന് പറയുന്നു. എന്താണ് എന്ന് അറിയുന്നില്ല. വ്യാഴദശയിൽ ആ വ്യാഴത്തിന്റെ അപഹാരമാണ് ആദ്യത്തെ 1.5-2 വർഷത്തോളം വരിക. വ്യാഴത്തിൽ തന്നെ നിലനിൽക്കുമ്പോൾ വ്യാഴത്തിന്റെ ഇമ്പാക്റ്റ് വളരെ കൂടുതൽ വരുന്നതിനാണ് അപഹാരമാണെന്നല്ല പറയുക, സ്വാപഹാരമാണെന്നാണ് അതിന് പറയുക. അപ്പൊ വ്യാഴം ദശയിൽ സ്വാപഹാരം എന്ന് പറയുന്ന ആദ്യത്തെ 1.5-2 വർഷത്തോളം. ജ്യോതിഷവുമായി ബന്ധപ്പെട്ടതല്ല ഈ ചോദ്യം, എന്നാലും ഇവിടെ നടന്ന സ്കൂൾ ഉദ്ഘാടന ചടങ്ങിൽ കണ്ടപ്പോൾ ഓർമ്മിച്ചതാണ്. കഴിഞ്ഞ ആഴ്ച സ്ത്രീകളുടെ വസ്ത്രധാരണത്തെക്കുറിച്ച് നമ്മുടെ ആരാധ്യനായ ഗാനഗന്ധർവൻ ഉന്നയിച്ച കാര്യങ്ങൾ ഭാരതീയ പൈതൃക പഠിതാവ് എന്ന രീതിയിൽ എങ്ങനെ കാണുന്നു? അമേരിക്കയിലെ ഡെക്കോട്ട യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ പോലും ജീൻസ് നിരോധിച്ചിട്ടുണ്ട്. ഭാരതീയ സംസ്കാരവുമായി ചേർന്നതല്ല ജീൻസ്. യേശുദാസ് പറഞ്ഞത് 150% ശരിയാണ്. അദ്ദേഹത്തിന്റെ അഭിപ്രായം പറയാൻ സ്വാതന്ത്ര്യമുണ്ട്. ഈ കാശ്മീർ ടെററിസ്റ്റ് പ്രൊഫസർ ഗിലാനി ഇവിടെ AKG സെന്ററിൽ വന്നിട്ട് ഇന്ത്യയെ മുറിക്കണമെന്ന് പറയാൻ AKG സെന്ററിലെ കമ്മ്യൂണിസ്റ്റുകാരെ കേട്ടോണ്ടിരിക്കാൻ പാകത്തിന് അദ്ദേഹത്തിന് പറയാമെങ്കിൽ ഗാനഗന്ധർവൻ, ഒരു സംസ്കാര സമ്പന്നനായ വ്യക്തി, ഒരു നല്ല കാര്യം പെൺകുട്ടികളോട് പറഞ്ഞാൽ അത് നല്ലത് തന്നെയാണ്. മാത്രമല്ല ഓരോ പെൺകുട്ടിയും വികാരം ആണുങ്ങളിൽ ഉണ്ടാകുന്ന വിധത്തിൽ ഡ്രസ്സ് ചെയ്തുകൊണ്ട് നടക്കുമ്പോൾ ആ കുട്ടികൾക്ക് വല്ലതും സംഭവിച്ചു കഴിഞ്ഞിട്ട് ഉമ്മൻചാണ്ടിയെയോ രമേശ് ചെന്നിത്തലയെയോ പോലീസ് IG-യെയോ ഒന്നും കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഓരോ പോലീസുകാരനും ഓരോ പെൺകുട്ടിയുടെ പുറകെ നടന്ന് പ്രൊട്ടക്ട് ചെയ്യാനൊന്നും സാധിക്കില്ല. മര്യാദയ്ക്ക് ഡ്രസ് ചെയ്യണം എന്നുള്ളത് ആ കുട്ടിയുടെ അച്ഛനമ്മമാർ കുട്ടിയെ പഠിപ്പിക്കേണ്ടതാണ്. അത് പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ വരും വരായികകൾ തന്നെത്താൻ അനുഭവിക്കേണ്ടി വരുമെന്ന് യേശുദാസ് പറഞ്ഞത് 150% ശരിയാണ്. തിന്മ എന്നാൽ മനസ്സിനും ശരീരത്തിനും കുടുംബത്തിനും സമൂഹത്തിനും രാഷ്ട്രത്തിനും പെർമനന്റ് ആൻഡ് സസ്റ്റൈനബിൾ വേദനാനാശം വരുത്തുന്നതാണോ? ആണ്. എല്ലാത്തിനും വേണമെന്നില്ല. മനസ്സ്, ശരീരം, കുടുംബം, സമൂഹം, രാഷ്ട്രം, സംസ്കാരത്തിന് അതിലൊന്നിനോ അതിൽ കൂടുതലോ കാര്യത്തിന് പെർമനന്റ് ആൻഡ് സസ്റ്റൈനബിൾ തിന്മ ദോഷമുണ്ടാക്കുന്നതിനെയാണ് തിന്മ എന്ന് പറയാം. ടെമ്പററി ആയ നാശം വരുത്തുന്ന തിന്മയാണോ? അങ്ങനെയല്ല. ഇപ്പോൾ ഒരു അമ്മ ഒരു കുട്ടിയെ വടിയെടുത്തടിച്ചു, തിന്മയാണ്. പക്ഷെ ആ കുട്ടിയിൽ കറക്ഷൻ ഉണ്ടാവാൻ വേണ്ടിയാവണം അടിച്ചത്. ഒരു വീട്ടിൽ നിന്ന് സ്വർണം കെട്ട ഒരു സ്ത്രീയെ ഒരു പോലീസുകാരൻ കണ്ണിൽ മുളക് തേച്ച് കൈകാലുകൊണ്ട് അടിച്ച് ചവിട്ടി കൊല്ലുന്ന വിധത്തിലാക്കി. ഇതാ സ്ത്രീയിൽ നന്മയുണ്ടാക്കാനല്ല, അതൊരു മനുഷ്യന്റെ ക്രൂരതയാണ്. ആ പോലീസുകാരൻ പുഴുത്തല്ലേ മരിക്കുള്ളൂ. ആ പാവപ്പെട്ട സ്ത്രീയെ എന്തിനാ ഇങ്ങനെ നശിപ്പിച്ചത്? ആ സ്ത്രീയെ ജോലിക്ക് വെച്ച ഡോക്ടറുടെ അവസ്ഥ എന്താ? അയാൾക്ക് സ്വർണം കിട്ടാൻ വേണ്ടി ഇന്ന് എത്രയോ മെത്തേഡുണ്ട്. ഇവരാണോ കട്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ധാരാളം മെത്തേഡുണ്ട്. ആ ഡോക്ടറുടെ ഗതി എന്തായിരിക്കും? ഞാനിങ്ങനെ ആലോചിച്ചു പോകാറുണ്ട്. ഋഷി ഛന്ദസ് എന്ന മന്ത്രങ്ങളിൽ കാണാം. ഒന്ന് വിവരിക്കാമോ? എന്താണ് കാളസർപ്പയോഗം? ഋഷി ഛന്ദസ് എന്ന് വെച്ചാൽ വേദത്തിലെ ഏത് മന്ത്രം ചൊല്ലുമ്പോഴും ഗാദിനോ വിശ്വാമിത്ര ഋഷി, ദേവി ഗായത്രി ഛന്ദ, മിത്രോ ദേവത എന്ന് പറയാറുണ്ട്. അതായത് ഏത് ഋഷിയാണോ മന്ത്രം എഴുതിയത് അതാണ് ആ മന്ത്രത്തിന്റെ ഋഷി. ഓരോ മന്ത്രത്തിന്, ചില മന്ത്രത്തിന് 24 അക്ഷരം ഉണ്ടാവും, അത് ഗായത്രി ഛന്ദസ്. ചില മന്ത്രത്തിന് 28 അക്ഷരം ഉണ്ടാവും, ചിലതിന് 32, ചിലതിന് 36, ചിലതിന് 40, ചിലതിന് 44, ചിലതിന് 48, ചിലതിന് 52, ലാസ്റ്റ് 56. അതിൽ കൂടുതൽ അക്ഷരങ്ങളില്ല. അപ്പോൾ ഓരോ അക്ഷരത്തിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് ഛന്ദസ്സിന്റെ പേര് മാറും. ഗായത്രി ഛന്ദസ്, അനുഷ്ഠു ഛന്ദസ്, ബൃഹതി ഛന്ദസ്, ജഗതി ഛന്ദസ്, അതിബൃഹതി ഛന്ദസ്, അത്യനുഷ്ഠു ഛന്ദസ്. ഇതെല്ലാം മന്ത്രങ്ങളുടെ ഒരു വരിയിൽ എത്ര അക്ഷരമുണ്ട് എന്ന് നോക്കിയിട്ടാണ് പറയുന്നത്. കാളസർപ്പ യോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ രസകരമായിട്ടൊരു യോഗമാണ്. രാഹുവിൻ്റെയും കേതുവിൻ്റെയും രാശിചക്രത്തിൽ, ശരിക്കും പറയേണ്ടത് ഭാവചക്രത്തിൽ എന്നാ പറയേണ്ടത്. ഭാവചക്രത്തിൽ, രാശിചക്രത്തിലല്ല പറയേണ്ടത്. കാണുമ്പോൾ രാശിചക്രത്തിലാണ് എന്ന് തോന്നിയാലും ഭാവചക്രം വരച്ച് നോക്കിയാലേ കാളസർപ്പയോഗം ശരിയാണോ ഇല്ലയോ എന്ന് മനസ്സിലാവുള്ളൂ. രാഹു കേതുക്കൾ ഏതാണ്ട് 180 ഡിഗ്രിയിലാണ് ഭാവചക്രത്തിലും രാശിചക്രത്തിലും വരുന്നത്. അതിൻ്റെ ഒരു സൈഡിൽ എല്ലാ ഗ്രഹങ്ങളും വരികയാണെങ്കിൽ അതിന് കാളസർപ്പയോഗം എന്ന് പറയും. ജവഹർലാൽ നെഹ്റുവിന് കാളസർപ്പയോഗം ഉണ്ടായിരുന്നു. സ്വസ്ഥമായിട്ട് ഉറങ്ങാൻ സാധിക്കാത്തൊരവസ്ഥ, നിരന്തരം വർക്ക് ചെയ്തുകൊണ്ടിരിക്കേണ്ടി വരിക. അത് ബുദ്ധിമുട്ടുണ്ടാക്കണമെന്നില്ല, പക്ഷെ അയാൾക്ക് സ്വസ്ഥത ഉണ്ടാവില്ല. നിരന്തരം വർക്ക് ചെയ്യേണ്ടതായ ഒരവസ്ഥയുണ്ടാവും. അതാണ് കാളസർപ്പയോഗം. ഒരു ജാതകം തന്നിട്ട് അത് നോക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതെനിക്ക് പെട്ടെന്ന് നോക്കാൻ സാധിക്കില്ല, കാരണം ധാരാളം
പാരാമീറ്റേഴ്സ് നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. ഒരാളോട് എൻ്റെ നക്ഷത്രം ഇതാണ്, എൻ്റെ ജീവിതം എങ്ങനെ ഇരിക്കുന്നു ചോദിക്കുന്ന മാതിരിയാണ് ഇങ്ങനെ ഒരു നക്ഷത്രം ഇങ്ങനെ ഒരു രാശിചക്രം തന്നിട്ട് എങ്ങനെ ഇരിക്കുന്നു പറയുന്നത്. അത് വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ ഒന്നേ പറയുന്നുള്ളൂ, കുറേ കാര്യങ്ങൾ നോക്കിയിട്ട് വേണം, ഒരു 3-4 മണിക്കൂറെങ്കിലും അതിൽ ശ്രദ്ധിച്ച് അനലൈസ് ചെയ്തിട്ട് വേണം എന്താണെന്ന് വെച്ചാൽ പറയാൻ. പക്ഷേ അങ്ങനെ അല്ലാതെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ പറയുന്നത് ശരിയാവണമെന്ന് ഒരു നിർബന്ധമില്ല. ക്യാൻ യു എക്സ്പ്ലെയിൻ അബൌട്ട് കാളസർപ്പയോഗ? അത് ഞാൻ നേരത്തെ കുറച്ചു മുമ്പ് പറഞ്ഞു. ഇഫ് കേതു ഇൻ 7th of the husband and Ketu in 8th of the wife, as there any problem? There is no problem in 8th or 7th and other thing. Don't worry too much about all those things. Just do good things and live in the happy life. എനിക്ക് അറിയുവാനുള്ളത്, ജ്യോത്സ്യന്മാർ ക്ഷേത്രത്തിൽ ദേവൻ കോപിച്ചു എന്നൊക്കെ പറയാറുണ്ട്. സത്യത്തിൽ ഈശ്വരനെ അല്ലേ നമ്മൾ ക്ഷേത്രത്തിൽ തൊഴുന്നത്? ഈശ്വരന് കോപിക്കാൻ സാധിക്കുമോ? ശൈലേഷ് എന്ന് പറഞ്ഞ ഒരാളെ എഴുതിയ കൊടുങ്ങല്ലൂരിന് വളരെ നല്ല ചോദ്യമാണ്. കോപം, വാശി, പക, വിദ്വേഷം ഇങ്ങനെയൊന്നും ദൈവത്തിനില്ല. ബൈബിള് നോക്കിയാൽ യഹോവ 1,85,000 പേരെ കൊന്നു, വാശി തീർത്തു, 4 തലമുറ വരെ ഞാൻ ദണ്ഡിപ്പിക്കും, നിന്നെ ഞാൻ കുത്തുവാള എടുപ്പിക്കും, ചിലരെ ഞാൻ ചെന്നായിക്ക് അയക്കും, ചിലരെ മഹാമാരി കൊണ്ട് പീഡിപ്പിക്കും, ചിലരെ മഹാരോഗം കൊണ്ട് പീഡിപ്പിക്കും എന്നൊക്കെ പറയുന്ന യഹോവ അല്ലാഹുവൊക്കെ കോപിക്കാനും കൊല്ലാനും വധിക്കാനും ഒക്കെ വേണ്ടിയിട്ട് മനുഷ്യൻ സൃഷ്ടിച്ച ദൈവങ്ങളാണ്. ഭാരതത്തിലെ ദൈവങ്ങളും മനുഷ്യന്റെ മനസ്സിൽ സൃഷ്ടിച്ചത് തന്നെയാണ്. ദൈവത്തിന് കോപമില്ല. കഥാപാത്രത്തിലൂടെ ബ്രഹ്മാവ് കോപിച്ചു, ശിവൻ കോപിച്ചു എന്നൊക്കെ കഥാപാത്രത്തിലൂടെ പറയുന്നുണ്ട്. പക്ഷെ ഓർമ്മിക്കുക, ഈ പ്രശ്നം വെച്ചിട്ട് ജ്യോതിഷൻ വല്ലതും പറയുന്നുണ്ടെങ്കിൽ ദൈവം കോപിച്ചു എന്ന വാക്ക് 100% തെറ്റാണ്. പ്രശ്നം നമ്മൾ വെക്കുന്നത് എന്തിനാ? അത് സയന്റിഫിക് അല്ല, പ്രശ്നം ലോജിക്കൽ അല്ല, പ്രശ്നം റാഷണൽ അല്ല, പ്രശ്നം റീപ്രൊഡ്യൂസബിൾ അല്ല, പ്രശ്നം റിപ്പീറ്റബിൾ അല്ല. പക്ഷേ പല അഭിപ്രായങ്ങൾ വരുമ്പോൾ അതിൽ നിന്നൊരു അഭിപ്രായം എടുക്കാൻ പ്രശ്നം വെക്കുന്നത് നല്ലതാ. പക്ഷേ പ്രശ്നം വെക്കുന്നത് പലപ്പോഴും ഇപ്പോ ഒരു വലിയ പ്രശ്നമായി തീരുന്നത് കൈകാര്യം ചെയ്യുന്നവർക്ക് വരുന്ന അബദ്ധമാണ്. ശക്തന്റെ മാർക്കറ്റിൽ അതിനൊക്കെ ടെററിസ്റ്റ് എങ്ങനെ ഉത്തരവാദിയാകും? ഒരാൾ മറ്റൊരുവനെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ഒരു ടെററിസ്റ്റ് ഒരിക്കലും നീതിമാനാവില്ല. പ്രകൃതി അയാളെ കൊണ്ട് ചെയ്യിക്കുന്നതല്ല, അല്ലെങ്കിൽ ധർമ്മത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയല്ല, ഒരു രാഷ്ട്രത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയല്ല, ഒരു സമൂഹത്തിന്റെ നിലനിൽപ്പിന് വേണ്ടിയല്ല ടെററിസ്റ്റുകള് മനുഷ്യരെ കൊല്ലുന്നത്. അവരുടെ ചില പ്രത്യേക മതപരമായിട്ട് ലക്ഷ്യം നേടിയെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് ടെററിസത്തെ നമ്മൾ എന്നും അധർമ്മം എന്ന് പറയുന്നത്. ജീവനും ആത്മാവിനും തമ്മിലുള്ള വ്യത്യാസം കൂടുതൽ അറിയണം. ജീവൻ എന്ന് പറയുന്നത് തന്നെയാണ് ജീവാത്മാവ്. ഒരു വലിയ സമുദ്രത്തെ നമ്മൾ പരമാത്മാവായിട്ട് എടുക്കുകയാണെങ്കിൽ അതിൽ നിന്നൊരു കുടം വെള്ളമെടുത്താൽ ആ കുടത്തിലെ വെള്ളത്തെ നമ്മൾ ജീവാത്മാവ് എന്ന് പറയും, കടലിലെ വെള്ളത്തെ പരമാത്മാവ് എന്ന് പറയും. ആ കുടം വീണ്ടും കടലിൽ മുക്കിയിട്ട് കുടം പൊട്ടിച്ചാല് ആ ജീവാത്മാവ് പരമാത്മാവിൽ അലിഞ്ഞു ചേർന്നു എന്ന് പറയും. കർമ്മബലം ഡെസ്റ്റിനി ഡിസൈഡഡ് ആണെങ്കിൽ പൂർത്തിയാക്കാതെ സഞ്ചിതമാകുന്നത് എങ്ങനെയാണ്? ഡെസ്റ്റിനി ഡിസൈഡഡ് അല്ല, കർമ്മബലത്തിന്റെ അനുസരിച്ചിട്ടാണ് ആ ഡെസ്റ്റിനി നമ്മൾ മുമ്പോട്ട് പോകുന്നത്. ആ കർമ്മബലത്തിൽ തന്നെ തിന്മകൾ അനുഭവിക്കാൻ പ്രകൃതി നമുക്ക് കുറേ ശിക്ഷ, വേദന തരും. നമ്മൾ ചെയ്ത തിന്മകൾ അനുഭവിക്കാൻ പ്രകൃതി നമുക്ക് കുറേ വേദനിക്കുന്ന അനുഭവങ്ങൾ തരും. അത് പ്രകൃതി തരുന്നത് വരെ കാത്തിരിക്കാതെ സ്വയം നമ്മൾ ആ വേദനകൾ സ്വീകരിക്കുകയാണെങ്കിൽ അവിടെയാണ് നമുക്ക് നമ്മുടെ ഡെസ്റ്റിനിയെ മാറ്റം വരുത്താന്ന് പറയുന്നത്. ശബരിമലയിലേക്ക് പോകുന്നത് എന്തിനാ? ശാസ്താവിനെ കാണാനാണെങ്കിൽ എത്രയോ ശാസ്താവിന്റെ അമ്പലം നമ്മുടെ വീടിന്റെ അടുത്തില്ലേ, അവിടെ പോയാൽ പോരെ? എന്തിനാ ശബരിമലയിൽ തന്നെ പോകുന്നത്? ഈ 3650 അടി കരിമല കയറ്റം കഠിനത്തോടുകൂടി കയറി അവിടെ നമ്മൾ അനുഭവിച്ചു തീർക്കുന്ന കുറേ വേദനകളുണ്ട്. അത് അല്ലാതെ പ്രകൃതി തരുന്നത് വരെ കാത്തിരിക്കാതെ നമ്മൾ അനുഭവിച്ചു തീർക്കാനാണ് ശബരിമലയിലേക്ക് പോവുക, കൈലാസത്തിലേക്ക് പോവുക, വ്രതമിരിക്കുക, പാവപ്പെട്ടവരെ സഹായിക്കുക. അതുപോലെ നമ്മൾ അമർനാഥിലേക്ക് പോവുക, വൈഷ്ണോദേവിയിലേക്ക് പോവുക. വൈഷ്ണോദേവിയിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾക്ക് കാണാം റോഡ് സൈഡിൽ തന്നെ 100 കണക്കിന് ഫ്ലക്സ് വെച്ചിട്ടുണ്ട്. വൈഷ്ണോദേവി എന്ന് പറയുന്നത് ഒരു കല്ലിന്റെ കട്ടയാണ്, ഒരു പിണ്ടിയാണെന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പിണ്ടി എന്ന് വെച്ചാൽ കല്ലിന്റെ കട്ടയാണ്. അപ്പൊ യഥാർത്ഥത്തിൽ ഈ 9000 അടി കയറി നമ്മൾ പോകുന്നത് നമ്മൾ ചെയ്തു കൂട്ടിയ തിന്മകൾ ഉണ്ടെങ്കിൽ അത് പ്രകൃതി നമുക്ക് ശിക്ഷയായിട്ട് തരുന്നതിന് മുമ്പ്
നമ്മൾ നേരിട്ടത് അനുഭവിച്ച് തീർക്കാൻ. ബാങ്കിൽ 1000 രൂപ ലോൺ എടുത്തിട്ടുണ്ട്, 800 രൂപ അടച്ചു തീർത്തു, ഇനി 200 രൂപ അടച്ചു തീർക്കാനുണ്ട്. ആ 200 രൂപ അടയ്ക്കാൻ എൻ്റെ കയ്യിൽ പൈസ ഇല്ലെങ്കിൽ ഞാൻ മാനേജറെ ചെന്ന് കണ്ട് പറയുകയാണ്, 200 രൂപയ്ക്ക് തുല്യമായ വർക്ക് ഞാൻ ചെയ്തു തരാം, എന്നെ കടത്തിൽ നിന്ന് മോചിപ്പിക്കണം. അപ്പോൾ അയാൾ പറയാണ് 5 ദിവസം അടിച്ചു വാരിയാൽ മതി എന്ന് പറഞ്ഞാൽ ഈ 1000 രൂപ അടച്ചതിന് തുല്യമാണ്. 200 രൂപ അടച്ചില്ലെങ്കിലും അടയ്ക്കുന്നതിന് തുല്യമായിട്ടുള്ള പ്രവൃത്തി നമ്മൾ അങ്ങോട്ട് കൊടുത്തു. ആത്മഹത്യ ലൈഫ് ചാർട്ടിനെ ബൈ ഫോഴ്സിൽ ബ്രേക്ക് ചെയ്യുന്നതല്ലേ ചെയ്യുന്നത്. ആത്മഹത്യ ചെയ്യാനാണ് തലവിധിയെങ്കിൽ അയാൾ ആത്മഹത്യ ചെയ്യും. പക്ഷേ ഈ ശരീരത്തെക്കുറിച്ച് പറയുന്നത് ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യവിധീയതേ. ഈ ശരീരമാണ് കുന്തിപുത്ര ക്ഷേത്രം എന്ന് പറയുന്നത്. ഒരമ്പലം നശിപ്പിക്കുന്നത് എത്രത്തോളം തിന്മയാണോ അത്രയും തിന്മയാണ് ഈ ജീവാത്മാവ് കുടികൊള്ളുന്ന ശരീരം നശിപ്പിക്കുന്നത്. തലവിധിയാണെങ്കിൽ പോലും മനസ്സ് അതിൽ നിന്ന് മാറ്റി നന്മയിലേക്ക് പോകാനായിട്ട് ശ്രമിക്കേണ്ടതാണ്. ശരിയായ ജ്യോതിഷിയെ എങ്ങനെ തിരിച്ചറിയാൻ സാധിക്കും? നമ്മുടെ മകൾക്ക് നല്ലൊരു ഭർത്താവിനെ, മകന് നല്ലൊരു ഭാര്യയെ നമ്മൾ എങ്ങനെയാണോ തിരഞ്ഞെടുക്കുന്നത്? നല്ല വീട് വെക്കാൻ നല്ലൊരു സ്ഥലം എങ്ങനെയാണോ തിരഞ്ഞെടുക്കുന്നത്? നല്ലൊരു വീടിന്റെ പ്ലാൻ എങ്ങനെയാണോ തിരഞ്ഞെടുക്കുന്നത്? നല്ലൊരു ഡോക്ടറെ നമ്മൾ എങ്ങനെയാണോ തിരഞ്ഞെടുക്കുന്നത്? നല്ലൊരു ഹോട്ടല് നമ്മൾ എങ്ങനെയാണോ തിരഞ്ഞെടുക്കുന്നത്? നല്ല ഒരു പച്ചക്കറി കട എങ്ങനെയാണോ തിരഞ്ഞെടുക്കുന്നത്? നല്ലൊരു ജോലി എങ്ങനെയാണോ തിരഞ്ഞെടുക്കുന്നത്? നമ്മുടെ മക്കൾക്ക് പഠിക്കാൻ നല്ലൊരു സ്കൂൾ എങ്ങനെയാണോ തിരഞ്ഞെടുക്കുന്നത്? അതേപോലെ ശ്രമിച്ചാൽ നല്ലൊരു ജ്യോതിഷിയെ തിരഞ്ഞെടുക്കാൻ സാധിക്കും. നാഡീ ജ്യോതിഷം എന്താണ്? നാഡി എന്ന വാക്കിന്റെ അർത്ഥം നമ്മുടെ കയ്യിന്റെയും കാലിന്റെയും പിടിക്കുന്നതല്ല. നാഡി എന്ന വാക്കിന്റെ അർത്ഥം നോക്കുക, അന്വേഷിക്കുക. നാടുക എന്ന് പറഞ്ഞാൽ അന്വേഷിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ നാഡീ ജ്യോതിഷം എന്ന് പറഞ്ഞാൽ ഒരു കാര്യം അന്വേഷിച്ചുകൊണ്ട് നാഡീ ജ്യോതിഷന്റെ അടുത്തേക്ക് ചെല്ലുന്ന ആ സമയത്തെയാണ് നമ്മൾ ആരൂഢ ലഗ്നമായിട്ടെടുത്ത്, പിന്നെ ആ സമയത്തിന് ഇക്വലന്റ് ആയിട്ടുള്ള ഒരു താളിയോല അയാളുടെ കയ്യിലുണ്ടാവും. ആ താളിയോല എടുത്ത് നമ്മളോട് പറയും ശരിയാണോ, സയന്റിഫിക് ആണോ, റാഷണൽ ആണോ, ലോജിക്കലാണോ അറിഞ്ഞുകൂടാ. റീപ്രൊഡ്യൂസിബിൾ പോലും ആവണമെന്നില്ല. അത് നിങ്ങൾക്ക് പ്രയോജനപ്പെടുമെങ്കിൽ പ്രയോജനപ്പെടുത്തുക, പ്രയോജനപ്പെടില്ല എങ്കിൽ വിട്ടേക്കാം. പോലീസ് ഐ ജി ഡോക്ടർ അലക്സാണ്ടർ ജേക്കബ് ഈ കാര്യത്തെക്കുറിച്ച് നല്ലോണം പഠിച്ചിട്ടുണ്ട്. അദ്ദേഹം പല പ്രഭാഷണങ്ങളിലും പറയുന്നത് കേട്ടിട്ടുണ്ട്. അദ്ദേഹത്തിന് വളരെയധികം വിശ്വാസമുള്ള ഒരു കാര്യമാണ് നാഡീ ജ്യോതിഷം എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. സംഖ്യാജ്യോതിഷം എന്താണ്? എനിക്ക് അറിഞ്ഞുകൂടാ. ധാരാളം പേര് സംഖ്യാജ്യോതിഷത്തെക്കുറിച്ച് പറയാറുണ്ട്. നമ്മുടെ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ തന്നെ ഒരാൾ വന്ന സംഖ്യാജ്യോതിഷ പ്രകാരം ഒരു വിഗ്രഹത്തെക്കുറിച്ചൊക്കെ പറയുകയുണ്ടായി. അത് നല്ലതാണെങ്കിൽ എടുക്കാം. എനിക്കതിനെക്കുറിച്ച് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും പറഞ്ഞാൽ തെറ്റായിരിക്കും. 13 എന്ന അക്കം അശുഭമായി കാണുന്നതിന്റെ സത്യം എന്താണ്? 13 എന്ന അക്കം ഹിന്ദു ധർമ്മപ്രകാരം അശുഭമല്ല. അത് ക്രിസ്തുമത പ്രകാരമാണ് അശുഭമായിട്ടുള്ളത്. കാരണം യേശുക്രിസ്തുവിന്റെ 10 ശിഷ്യന്മാരും 2 കൊലയാളികളും യേശുക്രിസ്തുവും കൂടിയാണ് ഈ കുരിശിലേറാൻ കൽവരിയിലേക്ക് പോയത് അത്രേ. അപ്പോ 10 ശിഷ്യന്മാര് പ്ലസ് യേശുക്രിസ്തു 11 പ്ലസ് 2 കൊലയാളികള് 13. അതിൽ യേശുക്രിസ്തുവിനെയാണ് കുരിശിലേറ്റിയത്. അതുകൊണ്ടാണ് 13 എന്ന നമ്പർ തിന്മയാണെന്ന് പറയുന്നത്. ആഭിചാര കർമ്മങ്ങൾക്ക് ലൈഫ് ഡെസ്റ്റിനിയെ മാറ്റിമറിക്കാൻ കഴിയുമോ? ആഭിചാര കർമ്മങ്ങൾ സൈക്കോളജിക്കൽ ഇമ്പാക്റ്റ് ഉള്ളതാ. പലതും തെറ്റാ, പലതും ദുരാചാര. കോഴി അറക്കല്, ആടിനെ അറക്കല് ഒക്കെ ദുരാചാര. പക്ഷേ സൈക്കോളജിക്കലി ഇമ്പാക്റ്റ്. നമ്മളിപ്പോ ഒരു മെന്റൽ ഹോസ്പിറ്റലിൽ പോയാൽ രോഗികൾക്ക് ഇലക്ട്രിക്കൽ ഷോക്ക് കൊടുക്കുന്നുണ്ട്. ആ ഇലക്ട്രിക്കൽ ഷോക്ക് പണ്ട് കൊടുക്കാൻ സാധിക്കില്ല, കാരണം ഇലക്ട്രിസിറ്റി ഇല്ല. അതിന് പകരം വേറെ ചില ഷോക്കുകൾ കൊടുക്കുന്നതായിരുന്നു ആഭിചാര കർമ്മങ്ങൾ. ഇന്നത്തെ കാലത്ത് അതിന് വലിയ പ്രസക്തിയൊന്നുമില്ല. സർ, ജ്യോത്സ്യന്മാർ പറയുന്ന പ്രഡിക്ഷനെ അതേപടി വിശ്വസിച്ച് അതേപോലെ തന്നെ പ്രവർത്തിക്കുമ്പോൾ സൈക്കോളജി പ്രകാരം ഉപബോധ മനസ്സിന്റെ പ്രവർത്തനം മൂലം കാര്യങ്ങൾ നടക്കുന്നതാണോ പലതും? കുറേയൊക്കെ അങ്ങനെയാണ്. യത് ഭാവ തദ് ഭവതി. ജ്യോതിഷന്മാർ പറയുന്നു നിങ്ങൾക്ക് ഇന്ന കുഴപ്പമുണ്ടെന്ന്. അത് നമ്മൾ വിശ്വസിച്ച് അവസാനം ആ കുഴപ്പമുള്ളവരായി തീരുന്നു. എനിക്ക് വയറുവേദന ഉണ്ടെന്നുള്ളൊരു തോന്നല് കുറെ കഴിയുമ്പോൾ അത് വയറുവേദനയായി മാറും. അതാണ് ശരിക്കും സൈക്കോസൊമാറ്റിക് ഡിസീസ്. ഒരു പരിധിവരെ സൈക്കോസൊമാറ്റിക് ഡിസീസ് നമുക്ക് അതുണ്ട് ഇതുണ്ട്, അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞത് കേട്ടിട്ട് അങ്ങനെയുണ്ട് ഇങ്ങനെയുണ്ടെന്നൊക്കെ പറഞ്ഞ് നടക്കുന്നതാണ് പലപ്പോഴും നമുക്ക് ജ്യോത്സ്യന്മാർ പറയുന്നതും ജ്യോത്സ്യന്മാർ മുതലെടുക്കുന്നതും ഇല്ലാത്ത പലതും ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കുന്നു.
അതൊക്കെ ഒഴിവാക്കുക. സയന്റിഫിക്കായി കൂടുതൽ ആക്യുറേറ്റായി പ്രഡിക്ഷൻ നടത്തുന്ന ജ്യോത്സ്യനെ സജസ്റ്റ് ചെയ്യാമോ? ഞാൻ ഏതെങ്കിലും ജ്യോത്സ്യന്റെ പേര് പറഞ്ഞാൽ ചിലർ ധരിക്കും ഞാൻ കമ്മീഷൻ മേടിക്കുകയാണ്. തന്നെത്താനെ അന്വേഷിക്കുക. നിങ്ങൾ നല്ല സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള വ്യക്തിയുണ്ട്. മാത്തമാറ്റിക്സിൽ PhD എടുത്തവരുണ്ട്, കെമിസ്ട്രിയിൽ PhD എടുത്തവരുണ്ട്, നല്ല സയന്റിസ്റ്റുമാർ ഇപ്പോൾ പഠിക്കുന്നുണ്ട്. ISROയിൽ ധാരാളം സയന്റിസ്റ്റുമാർ പഠിക്കുന്നുണ്ട്. അങ്ങനെ സയന്റിഫിക് ബാക്ക്ഗ്രൗണ്ട് ഉള്ള ജ്യോത്സ്യന്മാരുടെ അടുത്ത് മാത്രം പോവുക, അല്ലാത്തവരുടെ അടുത്ത് പോവാതിരിക്കുക. അവർ പറയുന്നത് പോലും ലോജിക്കലാണെങ്കിൽ എടുക്കുക, അല്ലാത്ത തള്ളിക്കളയുക. ഇപ്പോഴുള്ള ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്താൻ പറ്റിയ നല്ല കരിയറിലേക്ക് പോകുമ്പോൾ ഒരുപാട് പേർക്ക് അത് ഉപകരിക്കില്ലേ? തീർച്ചയായിട്ടും. ബീയിങ് ഡിഫറൻറ്റ്, ചേഞ്ച് ചെയ്യാൻ ശ്രമിക്കുക. ഒരേപോലെ ജീവിക്കാതെ പുതിയ 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 രീതിയിലൂടെ ജീവിക്കാൻ പഠിക്കുക. സൃഷ്ടിയുടെ ആരംഭത്തിൽ സൃഷ്ടിക്കപ്പെട്ട ദേവന്മാരെയാണോ ക്ഷേത്രങ്ങളിൽ പ്രതിഷ്ഠിച്ചുള്ളത്? അല്ല. ഈ മണിക്കൂറുകളോളമോ ദിവസങ്ങളോളമോ മാസങ്ങളോളമോ കാടുകളിൽ തപസ് ചെയ്ത ഋഷീശ്വരന്മാര് അവരുടെ മനസ്സിൽ സരസ്വതിയുടെ ഒരു രൂപം കിട്ടിയെന്ന് വിചാരിക്കാം. സർവമംഗള മംഗല്യേ ശിവേ സർവാർത്ഥ സാധകേ ശരണ്യേ ത്രയംബകേ ദേവി നാരായണി നമോസ്തുതേ പത്മപ്രിയേ പത്മിനി പത്മഹസ്തേ പത്മാലയേ പത്മദലായതാക്ഷി വിശ്വപ്രിയേ വിഷ്ണു മനോനുകൂലേ ത്വൽപാദപത്മം വൈച്ചന്ദ. ഇങ്ങനെ ചില രൂപങ്ങൾ മനസ്സിനകത്തേക്ക് വരികയാണ്. നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാവും, ചൊവ്വ ഗ്രഹത്തിൽ പ്രദക്ഷിണം വെക്കുന്ന ഇന്ത്യയുടെ സാറ്റലൈറ്റ് ചിത്രകാരന്റെ ഭാവനയിൽ എന്ന് പറഞ്ഞ് കാണും നിങ്ങൾ. അപ്പോൾ ഒരു ചിത്രകാരന് ഭാവന ചെയ്യാൻ സാധിക്കുമെങ്കിൽ അനവധി മാസങ്ങൾ ആഴ്ചകൾ തപസ് ചെയ്യുന്ന ഒരാൾക്ക് ശിവന്റെ താണ്ഡവ രൂപം അകക്കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. മഹാവിഷ്ണുവിന്റെ നീല നിറവും അനന്തശയനവും അകക്കണ്ണുകൊണ്ട് കാണാൻ സാധിക്കും. എന്നിട്ട് വിവരിക്കാൻ സാധിക്കും. ശാന്താകാരം ഭുജംഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനസദൃശം മേഘവർണം ശുഭാംഗം. ഈ വാക്കുകളെല്ലാം യോഗി ഹൃദയാനുഗമ്യം, യോഗികളുടെ ഹൃദയത്തിൽ മാത്രം അല്ലെങ്കിൽ മനസ്സിൽ മാത്രം ലഭിക്കുന്ന രൂപമാണത്. ശിവന്റെ രൂപം വളരെ രസം. ബിഭ്രതോർഭികുടാരം മൃഗമഭയവരവും സുപ്രസന്നോ മഹേശ സർവാലങ്കാരദീപ്ത സരസിജ നിലയോ വ്യാഘ്രചർമാത്തവാസ ധ്യേയോ മുക്ത പരാഗ മൃദരസകിലതാദ്രിപ്രഭ പഞ്ചവക്ത്ര ത്രക്ഷ കോടീര കടിതത്തുകിനോ ചുഷ്കലാ തുംഗമൗലി. നല്ല രസ. അതൊരു ധ്യാനമന്ത്ര. ധ്യാനമന്ത്രം എന്നുള്ളതിന്റെ അർത്ഥം എന്താ? മനസ്സിനകത്ത് രൂപം വരിക. പുറം കണ്ണുകൊണ്ട് കാണാൻ സാധിക്കില്ല, അകക്കണ്ണുകൊണ്ട് കണ്ടത് അവർ വിവരിച്ചതിനെ നമ്മുടെ ശിവകാശിയിലുള്ള ഫ്ലക്സ് അടിക്കുന്നവര് പുറക്കണ്ണുകൊണ്ട് കാണാൻ പാകത്തിന് അടിച്ചു എന്ന് പറയായിരിക്കും കുറെ കൂടി നല്ലത്. ഇപ്പൊ വിഗ്രഹമായാലും ഫ്ലക്സ് ആയാലും ചിത്രമായാലും അകക്കണ്ണുകൊണ്ട് കണ്ടതിനെയാണ് പുറം കണ്ണുകൊണ്ട് കാണാൻ പാകത്തിന് വരച്ചു തരുന്നത്. നമ്മൾ ചില കൊലയാളികളെ കുറ്റവാളികളെയും കുറിച്ചൊക്കെ രൂപം കേട്ട് കഴിഞ്ഞാൽ കമ്പ്യൂട്ടറിൽ ഒരു മോഡലൊക്കെ ഉണ്ടാക്കിയിട്ട് പ്രിന്റ് ചെയ്യാറില്ലേ? ആവശ്യമുണ്ട് ഇയാളെ കാണുന്നവർ അറിയിക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് അയാളുടെ ഒറിജിനൽ പിക്ചറൊന്നുമല്ല, വിവരണം കേട്ട് വരയ്ക്കുന്നതാണ് പലതും എന്നും ഓർമ്മിക്കാം. വിവാഹത്തിന് പൊരുത്തം നോക്കുന്നതിൽ കാര്യമുണ്ടോ? പൊരുത്തം നോക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന കുറേ കാര്യങ്ങൾ ആൺകുട്ടിയുടെയും പെൺകുട്ടിയുടെയും നന്മ തിന്മകൾ അറിയാൻ കാരണമാകുമെങ്കിൽ പൊരുത്തം നോക്കുന്നത് നല്ലതാണ്. പക്ഷെ പൊരുത്തത്തിന് വേണ്ടി ജീവിതം മുഴുവനും ഒഴിഞ്ഞു വെച്ച് കല്യാണം കഴിക്കാതിരിക്കുന്നത് 100% അബദ്ധമാണ്. അതുപോലെ മംഗളകർമ്മങ്ങൾക്ക് മുഹൂർത്തം കുറിക്കുന്നത്, മംഗളകർമ്മം നല്ലതാണെങ്കിൽ ഏത് ദിവസം എവിടെ വെച്ച് എങ്ങനെ ചെയ്താലും നല്ലത് തന്നെയാണ്. പക്ഷേ ഫിസിക്സിൽ ഒരു നിയമമുണ്ട്, സ്പേസ് ആൻഡ് ടൈം. നല്ല നല്ല സ്ഥലം, നല്ല സമയം, അതാണ് നമ്മളെ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ ഏത് ഹെയ്സൺബർഗിന്റെ അൺസർട്ടനിറ്റി പ്രിൻസിപ്പിൾ എടുത്താലും ഇറ്റ് ഈസ് ഇമ്പോസിബിൾ ടു പെർസീവ് 2 കോംപ്ലിമെന്ററി പ്രോപ്പർട്ടീസ് അറ്റ് എ ടൈം. 2 കോംപ്ലിമെന്ററി പ്രോപ്പർട്ടി ഒരുമിച്ച് കണ്ടുപിടിക്കാൻ സാധിക്കില്ല. അതിൽ പറഞ്ഞ സ്പേസും ടൈമും ആണെങ്കിൽ ഈ ഫിസിക്സിലെ എല്ലാ നിയമങ്ങളും 3 എണ്ണത്തിന് അടിസ്ഥാനമാക്കിയിരിക്കുന്നതാണ്. ഒന്ന് സ്പേസ്, എവിടെ നിന്ന് നമ്മൾ കാര്യങ്ങൾ വിലയിരുത്തുന്നു. 2 ടൈം, എപ്പോൾ കാര്യങ്ങൾ വിലയിരുത്തുന്നു. പെർസീവർ അല്ലെങ്കിൽ ഒബ്സർവർ, ആര് വിലയിരുത്തുന്നു. 10 വയസ്സായിട്ടുള്ള ഒരു കുട്ടി വിലയിരുത്തുന്ന മാതിരി ആയിരിക്കില്ല 40 വയസ്സായിട്ടുള്ള ഒരു കുട്ടി വിലയിരുത്തുന്നത്. ഒരു സയന്റിസ്റ്റ് വിലയിരുത്തുന്ന മാതിരി ആയിരിക്കില്ല ഒരു മഹാകവി ഒരു കാര്യത്തെ വിലയിരുത്തുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കാം. ഒരു റോസാപ്പൂവിനെ ഒരു പൂജാരി വിലയിരുത്തുന്നത് എങ്ങനെയായിരിക്കും? ഒരു പൂക്കച്ചവടക്കാരൻ വിലയിരുത്തുന്നത് എങ്ങനെയായിരിക്കും? ഒരു റോസാപ്പൂവിനെ ബോട്ടണി പ്രൊഫസർ എങ്ങനെയാ വിലയിരുത്തുക? ഒരു റോസാപ്പൂവിനെ 17 വയസ്സായിട്ടുള്ള ഒരു പെൺകുട്ടി എങ്ങനെയാ വിലയിരുത്തുക? ഒരു റോസാപ്പൂവിനെ റീത്ത് നിർമ്മിക്കുന്ന ആൾ എങ്ങനെയാ വിലയിരുത്തുക? അതേപോലെ ഈ സ്പേസും ടൈമും വളരെ ഇമ്പോർട്ടൻ്റ് ആയ സ്ഥിതിക്ക് ഏത് കർമ്മം ചെയ്യുമ്പോഴും എവിടെ വെച്ച് ചെയ്യണം, എപ്പോൾ ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കുന്ന പതിവ് പണ്ട് മുതൽക്കുണ്ട്. എന്നാൽ ഇപ്പൊ വിദ്യാരംഭമൊക്കെ കുറിക്കുന്നത് അമ്പലത്തിലാവാം, ആശ്രമത്തിലാവാം, നല്ല വ്യക്തികളുടെ സാന്നിധ്യത്തിലാവാം,
തുഞ്ചത്ത് എഴുത്തച്ഛൻ്റെ ജന്മദേശത്താകാം. ഇതെല്ലാം സ്പേസും ടൈമുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. എന്ത് പ്രശ്നം വരുമ്പോഴും ജ്യോത്സ്യനെ പോയി കാണുന്നത് ആവശ്യമോ? തീരുമാനിച്ചുകൂടാ തന്നെത്താനെ. ധാരാളം വ്യക്തികൾ ഇതാണ് അവസാനത്തെ വാക്കെന്ന് പറഞ്ഞ് നടക്കുന്നുണ്ട്. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വേണ്ടതിനും വേണ്ടാത്തതിനും ഡോക്ടറെ കാണുന്നവരുണ്ട്, വേണ്ടതിനും വേണ്ടാത്തതിനും സുഹൃത്തുക്കളെ ബുദ്ധിമുട്ടിക്കുന്നവരുണ്ട്, അപ്പോൾ വേണ്ടതിനും വേണ്ടാത്തതിനും ജ്യോത്സ്യരെ കാണുന്നവരുണ്ട്. ഇതൊക്കെ അവരവരുടെ വേണ്ടതിനും വേണ്ടാത്തതിനും ഹോട്ടലിൽ പോയി തിന്നുന്നവരുണ്ട്, വീട്ടിൽ ഇഷ്ടമായി തിന്നാനുള്ളപ്പോഴും. അപ്പൊ അതൊക്കെ നമ്മൾ അഭിപ്രായം പറയാൻ പോകുന്ന എന്തിനാ? അവനവന് വേണം തോന്നുകയാണെങ്കിൽ ചെയ്യാം. ഏലസ യന്ത്രം എന്നിവയുടെ സ്വാധീനം മനുഷ്യ മനസ്സിൽ എങ്ങനെയുണ്ടാവും? നല്ലൊരു ചോദ്യമാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഒരു കുട്ടി, ചെറിയ കുട്ടി പറമ്പിലൂടെ നടക്കുമ്പോൾ ഒരു കീരിയെ സന്ധ്യാസമയത്ത് കണ്ടു എന്ന് വിചാരിക്കാം. ആ കുട്ടി കീരിയെ കണ്ട് പേടിച്ചു. വീട്ടിലേക്ക് ഓടി വരുമ്പോൾ അമ്മൂമ്മ ആ കുട്ടിയുടെ ട്രൗസർ പൊക്കി തൊടയിൽ ഒരു അടി കൊടുക്കും. എന്തിനാ അമ്മൂമ്മ അത് ചെയ്തറിയോ? ആ കീരിയെ കണ്ട ഭയം ഉപബോധ മനസ്സിലേക്ക് കയറുന്നതിന് മുമ്പ് ശരീരത്തിലെ വേദന ഉപബോധ മനസ്സിലേക്ക് കയറണം. ആ വേദന പിന്നെ തടവി മാറ്റാവുന്നതേ ഉള്ളൂ. കീരിയെ കണ്ട പേടി മനസ്സിൽ നിന്ന് തടവി മാറ്റാൻ പറ്റില്ല. അങ്ങനെ ആ വേദന മാറി ആ കുട്ടിയുടെ മനസ്സിൽ കീരിയെ കണ്ട പേടി ഉണ്ടെങ്കിൽ വൈകുന്നേരം അമ്മൂമ്മ എന്ത് ചെയ്യുന്നറിയോ? ഒരു ചരടെടുത്ത് അല്ലെങ്കിൽ ഒരു ഏലസ് എടുത്ത് അമ്മൂമ്മ ജപിച്ച ഷൂ 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 എന്നൊക്കെ പറഞ്ഞ് നമശിവായ നാരായണ ഗായത്രി മന്ത്രമൊക്കെ ജപിച്ച് ആ കുട്ടിയുടെ കയ്യിൽ കിട്ടുമ്പോൾ പറയുക, ഇനി എൻ്റെ മോന് ഒരു ഭയം ഉണ്ടാവില്ല കേട്ടോ, അമ്മൂമ്മ വാക്ക് തരണു, മോൻ ഇനി ഒന്നും പേടിയുണ്ടാവില്ല, അത്ര ശക്തിയുള്ള യന്ത്രമാണ്. അപ്പൊ ഈ കുട്ടിയുടെ മനസ്സിൽ അത് സൈക്കോളജിക്കലി എഫക്റ്റ് ചെയ്യും. അതേ ഏലസ് കൊണ്ടുപോയിട്ട് പ്രതിപക്ഷ നേതാവ് അച്യുതാനന്ദന്റെ കയ്യിലോ അല്ലെങ്കിൽ പിണറായി വിജയന്റെ കയ്യിലോ ഓ രാജഗോപാലിന്റെ കയ്യിലോ ശശി തരൂരിന്റെ കയ്യിലോ കെട്ടിയാൽ എങ്ങനെയായിരിക്കും? അവരാ ലെവല് കഴിഞ്ഞവരാ, അവരെ അത് സ്വാധീനിക്കില്ല. ആ ലെവല് കഴിഞ്ഞവരാണെന്ന് തോന്നണോട്ടോ, എനിക്ക് അറിഞ്ഞൂടാ. ഞാനൊരു കൊച്ചു വീട് വെച്ചിട്ടുണ്ട്. അതിൽ ഒരു മന്ത്രം വെക്കാൻ മന്ത്രം പറഞ്ഞു തരുമോ? ഗായത്രി മന്ത്രം ഏറ്റവും നല്ലതാ. ഓം ഭൂർഭുവസ്വഹ തത്സവിതുർവരേണ്യം ഭർഗോ ദേവസ്യ ധീമഹി ധിയോ യോ ന പ്രചോദയാത് ഗായന്തം ത്രായതേ ഇതി ഗായത്രി. ആരാണോ അത് ജപിക്കുന്നത്, ഏത് ഹിന്ദുവിനും ക്രിസ്ത്യാനിക്കും മുസൽമാനും അത് ജപിക്കാം, ഏത് സമയത്തും ജപിക്കാം, അയാളെ അത് സംരക്ഷിക്കും. ആ മന്ത്രത്തിന് അതിൻ്റെതായ നന്മകളുണ്ട് എന്നാണ് തെളിയിച്ചിരിക്കുന്നത്. എന്താണ് ശാപം? നീ നന്നാവില്ല, നീ ശരിയാവില്ല, നിന്നെ എനിക്ക് വിശ്വാസമില്ല, നിന്നെപ്പോലൊരു കുട്ടിയെ കിട്ടിയത് എൻ്റെ ഗതികേടാണ്, നീ പറയുന്നത് എനിക്ക് വിശ്വാസമില്ല, ഞാൻ ടീച്ചറോട് വിളിച്ച് ചോദിക്കട്ടെ, ഏത് ജന്മത്തിലെ പാപം കൊണ്ടാണോ നിന്നെ എനിക്ക് പ്രസവിക്കേണ്ടി വന്നത്, നിങ്ങളെപ്പോലൊരു ഭർത്താവിനെ എനിക്ക് കിട്ടിയത് എൻ്റെ ഗതികേടാണ്. ഇങ്ങനെയുള്ള വാക്കുകളാണ് ശാപം എന്ന് പറയുന്നത്. ശപിക്കുന്നവരുടെയും ശപിക്കപ്പെടുന്നവരുടെയും അവസ്ഥ കാരണം എന്ത്? നിങ്ങൾക്ക് തന്നെ അറിയാം. ഒരു കുട്ടിയെ അസാധാരണമായിട്ട് ശപിച്ചാൽ ആ കുട്ടിയുടെ മനസ്സെന്തായിരിക്കും, പിന്നീട് അമ്മയുടെ മനസ്സെന്തായിരിക്കും എന്നുള്ളത്. വാസ്തുശാസ്ത്രത്തെ പറ്റി ഒന്നും കൂടി വിശദീകരിച്ചാൽ ഉപകാരമായിരിക്കും. ഈ 5 സെന്റ് 7 സെന്റ് 10 സെന്റിലൊക്കെ വീട് വെക്കുന്നവര് വാസ്തുശാസ്ത്രം ഒന്നും നോക്കണ്ട. കുറേയൊക്കെ നന്മ നിറഞ്ഞ രീതിയിൽ പ്രവർത്തിക്കുക, നല്ലൊരു വീട് വയ്ക്കുക, ആഡംബരം ഒഴിവാക്കുക, കിഴക്ക് വശത്തൊരു തുളസിത്തറ ഉണ്ടാവുക, വൈകുന്നേരം ഒരു വിളക്ക് കത്തിച്ച് പുറത്ത് വയ്ക്കുക, രാവിലെയും വൈകുന്നേരവും 10 മിനിറ്റെങ്കിലും പ്രാർത്ഥിക്കുക. നമ്മുടെ വീട് ഐശ്വര്യപൂർണ്ണമാവാതിരിക്കില്ല. കട്ടിലിൻ്റെ ചുവട്ടിൽ വൃത്തികേടുകൾ വെക്കാതിരിക്കുക, ഷൂസും സോക്സും കട്ടിലിൻ്റെ ചുവട്ടിൽ വെക്കാതിരിക്കുക, വേണ്ടാത്തത് പൂജാമുറികളിൽ നിന്ന് മാറ്റുക, നമ്മുടെ വീട് ക്ലീൻ ആൻഡ് നീറ്റാക്കി വയ്ക്കുക. അതാണ് ഏറ്റവും വലിയ വാസ്തുശാസ്ത്രം. വാസ്തുശാസ്ത്രം എന്നൊരു ശാസ്ത്രം ഉണ്ടായിരുന്നോ? ഉണ്ട്. സ്ഥാപത്യവേദം എന്നാണ് ഞാൻ പറയാം. അഥർവവേദത്തിന്റെ ഉപവേദമാണ് സ്ഥാപത്യവേദം. കേരളീയർക്ക് വേണ്ട വാസ്തുശാസ്ത്രം അല്ല തമിഴ്നാട്ടുകാർക്ക്, തമിഴ്നാട്ടുകാർക്ക് വേണ്ട വാസ്തുശാസ്ത്രം അല്ല കർണാടകക്കാർക്ക്. കാരണം ജിയോഗ്രഫി മാറുന്നുണ്ട്, മൺസൂൺ കാലം മാറുന്നുണ്ട്, വിൻഡ് ഫ്ലോ മാറുന്നുണ്ട്. ഇതനുസരിച്ചിട്ട് മലയുടെ ലൊക്കേഷൻ മാറുന്നുണ്ട്, പർവ്വതങ്ങളുടെയും കുന്നുകളുടെയും ലൊക്കേഷൻ മാറുന്നുണ്ട്. അതുകൊണ്ട് വാസ്തുശാസ്ത്രം ഓരോ ദേശത്തുള്ളവർക്ക് ഓരോന്ന് പോലെയാണ്. തച്ചുശാസ്ത്രമല്ലേ ഉണ്ടായിരുന്നത്, വാസ്തുശാസ്ത്രം തന്നെയാണ് തച്ചുശാസ്ത്രം. വാസ്തുവിദ്യക്കാർ വീടിൻ്റെ കക്കൂസ്, സെപ്റ്റിക് ടാങ്ക്, മേക്കർ ടാങ്ക് ഒക്കെ മാറ്റി സ്ഥാപിക്കുമെന്ന് പറയുന്നു. ഒരിക്കൽ നിങ്ങൾ വാസ്തുവിദ്യക്കാരൻ്റെ അടുത്ത് പോയിട്ട് അയാൾ ചിലത് ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മാറ്റിയില്ലെങ്കിൽ ജീവിതം മുഴുവനും നിങ്ങൾക്ക് അതിനെക്കുറിച്ച് ടെൻഷൻ ഉണ്ടാവും. കന്നിമൂലയിൽ കഴിയുന്നതും ബാത്റൂമും കക്കൂസും സെപ്റ്റിക് ടാങ്കും ഒഴിവാക്കുക എന്ന് പണ്ടുള്ളവർ പറഞ്ഞത് നിങ്ങളുടെ മനസ്സിനെ സ്വാധീനിച്ചിട്ടുണ്ടെങ്കിൽ മാറ്റാം. നിങ്ങൾക്കത് തിന്മയായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ കുറച്ച് പൈസ ചിലവാക്കിയിട്ടാണെങ്കിലും മാറ്റാം. ഇതൊന്നും എന്നെ ബാധിക്കുന്നില്ല എങ്കിൽ ധൈര്യമായിട്ട് തുടരുക. ജീവൻ ഒരു തുടർച്ചയായി അല്ലേ ഇരിക്കുന്നത് സാർ. സ്പേമിന് ജീവൻ ഉള്ളത് കൊണ്ട് സ്പേമിന് ജീവനേക്കാൾ ഉപരി അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ് ആണുള്ളത്. ഉദാഹരണമായിട്ട് നമ്മുടെ ബ്ലഡ്, നമ്മുടെ രക്തം
നമ്മൾ കഴിച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ അതിൻ്റെ പോഷകാംശം ഓരോ സ്ഥലത്തും എത്തിക്കുന്നുണ്ട്. അയോഡിൻ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുന്നുണ്ട്, അയേൺ എത്തിക്കേണ്ട സ്ഥലത്ത് എത്തിക്കുന്നുണ്ട്. നമ്മളുടെ സൂക്രോസ് എന്ന ഷുഗറിൽ നിന്ന് ഫ്രക്ടോസ് എന്ന ഷുഗറാക്കി ബ്രെയിനിലേക്ക് രക്തം ഫ്രക്ടോസ് ഷുഗർ എത്തിക്കുന്നുണ്ട്. ഇതെല്ലാം രക്തത്തിന് ജീവനുള്ളത് കൊണ്ടല്ല, അവയർനെസ്സും കോൺഷ്യസ്നെസ്സും ഉള്ളത് കൊണ്ടാണ്. ജനന സമയം എപ്പോഴാണ് കൃത്യമായി കണക്കാക്കേണ്ടത്? 5 തരത്തിലാണുള്ളത്. അതിലൊന്ന് രോദനം, കുട്ടി കരയുന്ന സമയം ജനനമായിട്ടെടുക്കാം. കടീബന്ധനം, പൊക്കിൾ കൊടി മുറിക്കുന്ന സമയം ജനനമായിട്ടെടുക്കാം. ഭൂസ്പർശനം, ഭൂമിയിൽ സ്പർശിക്കുന്ന സമയം ജനനമായിട്ടെടുക്കാം. അതുപോലെ തന്നെ ശിരോദർശനം, അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറത്തു വരുമ്പോൾ തല കാണുന്ന സമയം, അത് എടുക്കാം. 4 കുറേയൊക്കെ വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ ജാതകത്തിൽ അല്പസ്വല്പം വ്യത്യാസം ഉണ്ടാവും. 5-മത്തേത് അച്ഛൻ്റെ സ്പേമും അച്ഛൻ്റെ ബീജവും അമ്മയുടെ അണ്ടവും ചേരുന്ന സമയം. അത് നമുക്ക് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടാണ്, ഇമ്പോസിബിളാണ്. അതുകൊണ്ട് സാധാരണ അത് എടുക്കാറില്ല. ഗ്രഹങ്ങൾ ചുറ്റുന്നതിൻ്റെ ലോസ് ഓഫ് മോഷൻ സ്റ്റാർട്ട് ആൻഡ് എൻഡ് ഉണ്ടോ? വൃത്തത്തിന് സ്റ്റാർട്ടിങ്ങും എൻഡും ഇല്ല. ആർബിട്രറിലി നമ്മൾ ഫിക്സ് ചെയ്തിരിക്കുന്നതാണ് മേടസംക്രാന്തി എന്ന വിഷുവത്ത്. ഹാർട്ട് ലങ്സ് പ്രവർത്തിക്കുന്ന എനർജി നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? ഹാർട്ടും ലങ്സും പ്രവർത്തിക്കുന്ന എനർജി നിൽക്കുമ്പോൾ ഹാർട്ടും ലങ്സും നിൽക്കുന്നു. സിമ്പിളാണ്. വണ്ടിയിൽ പെട്രോൾ നിൽക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു? പെട്രോൾ ഇല്ലാതായാൽ എന്ത് സംഭവിക്കുന്നു? വണ്ടി നിൽക്കുന്നു. വണ്ടി ഓടിക്കുന്ന ഡ്രൈവർ നിന്നാൽ എന്ത് സംഭവിക്കുന്നു? വണ്ടി എവിടെയെങ്കിലും ചെന്ന് ഇടിക്കുന്നു. കർമ്മബലങ്ങൾക്ക് പരിഹാരമുണ്ടോ? തിന്മ നിറഞ്ഞ കർമ്മബലങ്ങൾ ഇല്ലാതെയാക്കാനാണ് വേദനിക്കുന്ന കുറേ ആചാരങ്ങൾ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കൈലാസത്തിലേക്ക് പോവുക, അമർനാഥിലേക്ക് പോവുക, ശബരിമലയിലേക്ക് പോവുക, ഇങ്ങനെയുള്ള ആചാരങ്ങളിലൂടെ നമ്മളുടെ ഒത്തിരി ദുഃഖം ഇല്ലാതെയാക്കും വിശ്വാസമുണ്ടെങ്കിൽ. ജ്യോതിഷം നോക്കാത്തവരും തെറ്റാണെന്ന് പറയുന്നവരും ഓരോ രാജ്യത്തിനും മതങ്ങൾക്കും അവരുടേതായ ജ്യോതിഷമുണ്ടെന്ന് കാണുന്നു. ശരി, ജ്യോതിഷം നോക്കാത്തവരുണ്ട്, ധാരാളം. ഡോക്ടറെ തന്നെ കാണാത്തവരുണ്ട്, നന്നായി ഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജ്യോതിഷം തെറ്റാണെന്ന് പറയുന്നവരുണ്ട്, അതൊക്കെ പറയാൻ ഇവിടെ അവകാശമുണ്ട്. ടെററിസത്തിന് അവകാശമുള്ള രാജ്യമാണ് ഭാരതം. അപ്പൊ ജ്യോതിഷം തെറ്റാണെന്ന് പറയുന്നതിൽ വല്ല കുഴപ്പമുണ്ടോ? ചില മതക്കാർ പറയും ജ്യോതിഷം തെറ്റാണെന്ന്. ഏറ്റവും കൂടുതൽ ജ്യോതിഷം ഇപ്പൊ നോക്കുന്നത് മുസ്ലിങ്ങളാണ്. പുറത്ത് അവരില്ലെന്ന് പറയും, അകത്ത് അവിടെ ഉണ്ടെന്ന് പറയും. ഇപ്പൊ ഉദാഹരണമായിട്ട് നിങ്ങൾ പുട്ടപർത്തിയിൽ പോയാൽ ഫ്രീ ഹാർട്ട് സർജറി നടത്തുന്ന 90% മലപ്പുറത്തെയും കോഴിക്കോടെയും മുസ്ലിങ്ങളാണ്. ഹിന്ദുക്കൾക്ക് അവരെതിരാണ്. സായിബാബയെ കള്ള സായിബാബ എന്ന് പറയും. പക്ഷെ അവരുടെ കാര്യം നോക്കാൻ മുസ്ലിങ്ങളെ പോലെ ലോകത്തിൽ വേറെ ആരുമില്ല. അവരെ തൊടാൻ പറ്റില്ല. ഗവൺമെന്റ് ബെനിഫിറ്റും അവർക്ക് കിട്ടും, ഗവൺമെന്റ് സ്കൂളിന്റെ ബെനിഫിറ്റും അവർക്ക് കിട്ടും, ഗവൺമെന്റ് ആശുപത്രിയുടെ ബെനിഫിറ്റും അവർക്ക് കിട്ടും. അതുകൊണ്ട് മുസ്ലിങ്ങളെ ഈശ്വരൻ സൃഷ്ടിച്ചപ്പോൾ തന്നെ മറ്റുള്ളവന്റെ ചെലവിൽ കഴിഞ്ഞോളാനാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ടായിരിക്കാം അവർ തന്നെത്താനെ തന്നെ ടെററിസത്തിലൂടെ IS ആയിട്ടും ഇറാനും ഇറാഖുമായിട്ടും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലെ ടെററിസ്റ്റുകളായിട്ടും തന്നെത്താനെ ചാവുന്നതും തന്നെത്താനെ കൊല്ലുന്നതും. വിഷയം വ്യത്യാസമുണ്ടെങ്കിലും ചേർത്ത് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. പുട്ടപർത്തിയിൽ പോയി കഴിഞ്ഞാൽ ഫ്രീ ആയിട്ട് എല്ലാം മേടിക്കുന്ന മുസ്ലിങ്ങളാണ്. ഹിന്ദുക്കളുടെ പൈസ, ഹിന്ദുക്കളുടെ ഡൊണേഷൻ കിട്ടുന്നത് മുഴുവൻ മുസ്ലിങ്ങൾക്കാണ്. ചങ്കൂറ്റം ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങൾ സായിബാബയുടെ അടുത്തേക്ക് പോവില്ല എന്ന് പറയാൻ ഒരു മുസ്ലിമെങ്കിലും തയ്യാറായിരുന്നെങ്കിൽ നന്നായേനെ. ഫ്രീ ആയിട്ട് ഓസായിട്ട് കിട്ടുന്നത് മുഴുവനും ഉപയോഗിക്കുന്നതിന് ഏറ്റവും അധികം മുമ്പോട്ട് വരുന്നത് മുസ്ലിങ്ങളാണ്. അതുകൊണ്ട് ജ്യോതിഷം നോക്കുന്നത് മുസ്ലിങ്ങളാണ്. ഹിന്ദുക്കളുടെ കാര്യത്തിൽ നിന്ന് പലതും എടുക്കുന്നത് മുസ്ലിങ്ങളാണ്. ഹിന്ദുക്കളുടെ ടാക്സ് കൊണ്ടാണ് ഹജ്ജിന് പോകുന്നത്. ലോകത്തിൽ ഒരു രാജ്യത്തും ഹജ്ജിന് പോകുന്നത് ഗവൺമെന്റ് സബ്സിഡി ഇല്ല, ഇന്ത്യയിൽ മാത്രമേ ഉള്ളൂ. അത് ഹിന്ദുക്കളുടെ ടാക്സ് കൊണ്ട് പോകരുത് എന്ന് ഖുറാനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് അതൊന്നും ബാധകമല്ല. ഓരോ രാജ്യത്തിനും മതങ്ങൾക്കും അവരുടേതായ ജ്യോതിഷം ഉണ്ട്. ചിലർ വിശ്വസിക്കുന്നു, ചിലർ വിശ്വസിക്കുന്നില്ല. വിവാഹത്തിൽ ജാതക പൊരുത്തത്തിന്റെ പ്രാധാന്യം ഞാൻ പറയുകയുണ്ടായി. എൻ്റെ മകളുടെ വിവാഹം നടത്താൻ ഉദ്ദേശിക്കുന്നു. ജാതക ചർച്ച നോക്കേണ്ടതുണ്ടോ? വേണമെങ്കിൽ നോക്കാം, വേണ്ടെങ്കിൽ നോക്കണ്ട. നോക്കാതെ വിവാഹം കഴിച്ച് പിന്നീട് വല്ലതും സംഭവിച്ചാൽ ജാതകം നോക്കാത്തത് കൊണ്ടാണ് എന്ന് ഒരു തോന്നൽ ഉണ്ടാവുകയാണെങ്കിൽ നോക്കാം. ജാതകം നോക്കിയാലും നോക്കിയില്ലെങ്കിലും അനുഭവിക്കേണ്ടതെല്ലാം അനുഭവിക്കേണ്ടി വരും എന്നുള്ള ധാരണയാണെങ്കിൽ ധൈര്യമായിട്ട് ജാതകം നോക്കാതെ മുമ്പോട്ട് പോകാം. അന്യമതസ്ഥർ ഇത് പതിവില്ലല്ലോ. ചിലർ പതിവുണ്ട്, ചിലർ പതിവില്ല. അന്യമതസ്ഥർ എന്ത് ചെയ്യുന്നു എന്ന് നോക്കിയിട്ട് നമ്മൾ എന്തെങ്കിലും ചെയ്യേണ്ട കാര്യമില്ല. അവർ യേശുക്രിസ്തുവിന്റെ ശരീരം തിന്നുന്നവരെ, രക്തം കുടിക്കുന്നവരൊക്കെയാണ്. അതുകൊണ്ട് നമുക്ക് ശ്രീകൃഷ്ണന്റെ ശരീരം തിന്നാം, ശ്രീകൃഷ്ണന്റെ രക്തം കുടിക്കാം എന്നൊക്കെ പറഞ്ഞ് മുമ്പോട്ട് പോകണ്ട. അങ്ങ് ജ്യോതിഷം വലിയ സത്യമാണെന്ന് പറഞ്ഞു, ഞാൻ പറഞ്ഞില്ല. ജ്യോതിഷം ലോജിക്കൽ അല്ല എന്ന് പറഞ്ഞു, റാഷണൽ അല്ല എന്ന് പറഞ്ഞു, ജ്യോതിഷം സയന്റിഫിക് അല്ല എന്ന് പറഞ്ഞു. പക്ഷെ യൂസ്ഫുൾ ആണെന്നേ ഞാൻ പറഞ്ഞുള്ളൂ, വലിയ സത്യമാണെന്നൊന്നും ഞാൻ പറഞ്ഞില്ല. ജ്യോതിഷം ശരിയായുള്ള അറിവ്
സാധാരണ ജനങ്ങൾക്ക് എവിടെ നിന്ന് ലഭിക്കുന്നു? നിങ്ങൾക്ക് എഞ്ചിനീയറിംഗ് പഠിക്കണമെങ്കിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ ചേരണം, മെഡിസിൻ പഠിക്കണമെങ്കിൽ മെഡിക്കൽ കോളേജിൽ ചേരണം, ഹോമിയോപ്പതി പഠിക്കണമെങ്കിൽ ഹോമിയോപ്പതി കോളേജിൽ ചേരണം. അതുപോലെ ജ്യോതിഷം പഠിക്കണമെങ്കിൽ നല്ല ഒരു ജ്യോതിഷന്റെ അടുത്ത് ചെന്ന് കുറേ അധികം മാസങ്ങൾ വർക്ക് ചെയ്താലേ പഠിക്കാൻ പറ്റുള്ളൂ. കൈവിഷം എന്നതിനെ പറ്റിയും കൈവിഷ സംഹാര ഗുളിക എന്നിവയും പലപ്പോഴും ജ്യോതിഷികൾ പറയാറുണ്ട്. സൈക്കോളജിക്കലി എഫക്റ്റ് ചെയ്യാൻ അത് ഒത്തിരി സഹായിക്കും. ഈ ആലപ്പുഴയിൽ ഒരു അമ്പലമുണ്ട്. അവിടെ പോയി കഴിഞ്ഞാൽ വിളക്കിലെ എണ്ണയാണ് കുടിക്കാൻ കൊടുക്കുക. അത് കുടിച്ചാൽ ഛർദ്ദിക്കും. ഛർദ്ദിക്കുന്ന പാത്രത്തിൽ പൊട്ടാസ്യം അയഡൈഡ് ചേർത്തിട്ടുണ്ടാവും. അപ്പൊ തലേ ദിവസം അന്നത്തെ ദിവസം തിന്ന ഇഡ്ഡലിയും ദോശയൊക്കെ ഛർദ്ദിക്കുമ്പോൾ പൊട്ടാസ്യം അയഡൈഡുമായിട്ട് ചേരുമ്പോൾ, സ്റ്റാർച്ചും പൊട്ടാസ്യം അയഡൈഡും ചേരുമ്പോൾ നീല നിറം ഉണ്ടാവും. അപ്പൊ ഈ കൈവിഷം അകത്തുണ്ടെന്ന് ധരിക്കുന്ന വ്യക്തിക്ക് താൻ ഛർദ്ദിച്ചത് നീല സാധനമാണെന്ന് അറിയുമ്പോൾ തൻ്റെ വയറ്റിനകത്ത് കൈവിഷമുള്ളത് പോയി എന്ന സൈക്കോളജിക്കൽ ഫീലിംഗ് കിട്ടും. ഇതാരോടും പറയേണ്ട കേട്ടോ. അപ്പോ മനുഷ്യന്റെ തെറ്റിദ്ധാരണയാണ് അവന്റെ ഏറ്റവും വലിയ ശത്രു. ആ തെറ്റിദ്ധാരണ മാറ്റാൻ സാധിച്ചാൽ അത് ഏത് വഴിയിലൂടെ സാധിച്ചാലും നല്ലതാണ്. ഇതിലെ ശാസ്ത്രീയത പറയും. ഇതൊരു സൈക്കോ തെറാപ്പിയാണോ? ഇതൊരു സൈക്കോ തെറാപ്പിയാണ്, ഒരു സംശയമില്ല. ഇതിലെ ഗുളിക മാനസികാരോഗ്യം കൂട്ടുന്നതാണോ? ഗുളിക മാനസികാരോഗ്യം കൂട്ടുന്നതാണോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. കൈവിഷത്തിന് ഗുളിക ഉള്ളതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. തെക്ക് വശത്തേക്ക് ദർശനം വരുന്ന പൂജാമുറി ഗ്രഹത്തിൽ അനുകൂലമാണോ? നിങ്ങൾക്ക് തെക്ക് വശത്തേക്ക് ദർശനം വരുന്നൊരു പൂജാമുറിയെ വീട്ടിൽ സാധിക്കുള്ളൂ എങ്കിൽ അത് ചെയ്യുക. എന്നിട്ട് എല്ലാവരോടും ചോദ്യം ചോദിക്കാതിരിക്കുക. ഓരോരുത്തരും ഓരോ അഭിപ്രായം പറയും. എന്നിട്ട് നിങ്ങൾക്ക്, നിങ്ങളുടെ ഭാര്യയ്ക്ക്, നിങ്ങളുടെ മക്കൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്ന വിധത്തിൽ എല്ലാവരോടും ചോദിക്കാതിരിക്കുക. നിങ്ങൾക്ക് ഏത് ശരിയെന്ന് തോന്നുന്നോ അത് ചെയ്യാം. വേണ്ടാന്ന് തോന്നുകയാണെങ്കിൽ ഒഴിവാക്കാം. ഇന്ന് ചെയ്തത് നാളത്തെ പ്രശ്നത്തിന് കാരണമാവരുത്. ഇന്നലെ ചെയ്തത് ഇന്നത്തെയും നാളത്തെയും പ്രശ്നത്തിന് കാരണമാകാത്ത വിധത്തിൽ ചെയ്യാം. അതുകൊണ്ട് വേണമെങ്കിൽ തെക്കോട്ട് ദർശനമുള്ള പൂജാമുറി ഒഴിവാക്കാം. കാരണം സാധിക്കുമെങ്കിൽ അങ്ങനെ ചെയ്യാം. അതേ സാധിക്കുള്ളൂ എങ്കിൽ ഈശ്വരന് ഒരു ദിശയും ഇമ്പോർട്ടൻ്റ് അല്ല. ഈശ്വരന് പൂജാമുറിയുടെ ആവശ്യം തന്നെ ഇല്ല. ഈശ്വരനെ സന്തോഷിപ്പിക്കാനായിട്ട് ഒരു പൂജാമുറി ഉണ്ടാക്കേണ്ട ആവശ്യവുമില്ല. ഹിമാലയം സമാരഭ്യ യാവത് ഹിന്ദു സരോവരം തം ദേവനിർമ്മിതം ദേശം ഹിന്ദുസ്ഥാനം പ്രചക്ഷത. ഏത് പുരാണത്തിലുള്ളതാണ്? പത്മപുരാണത്തിലും വിഷ്ണു പുരാണത്തിലും ഉള്ളതാണ്. കാൽ തൊട്ട് വന്നിക്കുന്ന ആചാരത്തിൽ എന്തെങ്കിലും ശാസ്ത്രീയതയുണ്ടോ? കഴിയുന്നതും ഒരു വ്യക്തിയുടെയും കാല് തൊട്ട് വന്നിക്കാതിരിക്കുക. അമ്മയുടെയും അച്ഛൻ്റെയും ഏതെങ്കിലും ഒരു ഗുരുവിൻ്റെയും ജീവിതത്തെ അടിമുടി മാറ്റിയ ഒരു ഗുരുവിൻ്റെയും കാൽ തൊട്ട് മാത്രം വന്നിക്കുക. മാതൃദേവോഭവ സിംഗുലറാണ്, പിതൃദേവോഭവ സിംഗുലറാണ്, ആചാര്യദേവോഭവ സിംഗുലറാണ്. മൂന്നും സിംഗുലറായ സ്ഥിതിക്ക് അവരിൽ ഒരാൾ, ഒരമ്മ, ഒരച്ഛൻ, ഒരു ആചാര്യൻ, അവരുടെ കാല് തൊട്ട് വന്നിക്കുക. അല്ലാത്തവരെ കാല് തൊടാതെ ദൂരെ മാറി നിന്ന് വന്നിക്കാം. ഒരിക്കൽ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനത്തിൽ ഒരു മൈക്കിലൂടെ അനൗൺസ് ചെയ്യുന്നത് കേട്ടു. സ്വാമി 3 മണിക്കൂർ ഇവിടെ അവൈലബിൾ ആയിരിക്കും. ഡാഷ് സ്വാമിയുടെ പാദ നമസ്കാരം ചെയ്യുന്നവർക്ക് വേണമെങ്കിൽ വരാം. ഒരു സ്വാമി കൊട്ടേഷൻ സംഘത്തെ പോലെ വിളിച്ചു പറഞ്ഞ് എൻ്റെ കാല് തൊടാൻ വേണ്ടിയിട്ട് ആഹ്വാനം ചെയ്യുന്നത് കേൾക്കുന്നത് ആദ്യമായിട്ട്. ആദത്തിന്റെ ജനനം BC 2000 എന്ന് പറയുന്നു. അല്ല, BC 2000 BC 2012 ഒക്ടോബർ മാസം 4 തീയതി വൈകുന്നേരം 4 മണിക്കാണെന്നാണ് പറയുന്നത് കേട്ടിട്ടുള്ളത്. ഇതെങ്ങനെയാ കണക്കൂട്ടുക? യഥാർത്ഥത്തിൽ യോഹന്നാന്റെ സുവിശേഷവും അതുപോലെ തന്നെ ലൂക്കോസിന്റെ സുവിശേഷവും ബൈബിളിൽ നോക്കിയാൽ അറിയാം. യേശുക്രിസ്തു ആദത്തിൽ നിന്ന് എത്രാമത്തെ തലമുറ അപ്പുറത്താണ്? 106ഓ 107ാമത്തെയോ തലമുറയാണ്. അപ്പൊ പുറകോട്ട് കാൽക്കുലേറ്റ് ചെയ്താൽ കിട്ടുന്നതാണ് ഈ 2014 2012 2004 ഒക്കെ. ആദവും അവയും എന്നൊരു സംഭവമേ ഉണ്ടായിട്ടില്ല. ശുദ്ധ കള്ളത്തരം. ലോകത്തിലെ ഏത് മതമാണോ കള്ളത്തരത്തിലൂടെ മാത്രം വളർന്നത് അതാണ് ക്രിസ്തുമതം. അതിൻ്റെ ആരംഭം തന്നെ കള്ളത്തരാണ്. അത് ആദത്തിൻ്റെയും അവയുടെയും. ദൈവം 7ാം ദിവസം മനുഷ്യനെ ഉണ്ടാക്കി. എന്തൊരു അബദ്ധം! ഡാർവിന്റെ തിയറി പോപ്പ് അംഗീകരിച്ചിട്ടുണ്ട്. അപ്പൊ പിന്നെ എങ്ങനെയാ 7ാം ദിവസം ആദവും അവയും ഉണ്ടാവുന്നത്? ഇതൊക്കെ ശുദ്ധ അബദ്ധ. മനുഷ്യനെ പറ്റിക്കാൻ, ഹിന്ദുക്കളെ മതം മാറ്റാൻ വേണ്ടി ക്രിസ്ത്യാനികൾ ഉണ്ടാക്കിയതാണ്. പൂർവ്വജന്മങ്ങളുടെയും ജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെയും ഫലമാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്നത് എന്ന് പറഞ്ഞു. അത് ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിക്കേണ്ടായി, വിവരിക്കേണ്ടായി. ആ പൂർവ്വജന്മത്തിൽ, മനുഷ്യജന്മത്തിൽ മാത്രം ചെയ്ത കർമ്മങ്ങൾ മാത്രമാണോ ഈ മനുഷ്യജന്മത്തിൽ അനുഭവിക്കേണ്ടി വരിക? എല്ലാം ഉണ്ടെന്ന് തോന്നുന്നു. പക്ഷേ ബ്രയൻ എൽ വൈസ്, കാലിഫോർണിയ യൂണിവേഴ്സിറ്റിയിലെ സൈക്യാട്രി പ്രൊഫസർ, വിവരിച്ചതനുസരിച്ച് പൂർവ്വജന്മത്തിൽ മൃഗങ്ങളായിട്ടോ വൃക്ഷങ്ങളായിട്ടോ ആണ് നമ്മുടെ ജന്മമെങ്കിൽ ആ ജന്മത്തിൽ ചെയ്തതും പറഞ്ഞതും അനുഭവിച്ചതും മനുഷ്യജന്മത്തിൽ റിട്രോഗ്രസീവ് ഹിപ്നോട്ടിസം ചെയ്യുമ്പോൾ
റിക്കളക്ട് ചെയ്യാൻ സാധിക്കില്ല എന്ന് അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിലുണ്ട്. സാധിക്കുമെങ്കിൽ വായിക്കാം. മെനി ലൈവ്സ് മെനി മാസ്റ്റേഴ്സ് എന്ന പുസ്തകം, മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ് എന്ന പുസ്തകം നല്ല പുസ്തകമാണ്. അതിനുശേഷം അദ്ദേഹം എഴുതിയ പുസ്തകങ്ങളുണ്ട്. അത് ശുദ്ധ അന്ധവിശ്വാസവും തെറ്റിദ്ധാരണയാണ്. പൂർവ്വജന്മത്തിൽ പശുവിൻ്റെയോ പട്ടിയുടെയോ മരത്തിൻ്റെയോ ജന്മമെടുത്തിട്ടുള്ള ആൾ ഇപ്പോൾ മനുഷ്യജന്മം എടുത്തിട്ടുണ്ട് എങ്കിൽ മൃഗജന്മത്തിൽ ചെയ്ത കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കുമോ? നല്ലൊരു ചോദ്യമാണ്. മൃഗജന്മത്തിൽ ചെയ്തത് പ്രകൃതിയുടെ അനുസരിച്ചിട്ടാണ് ചെയ്യുന്നത്, അവനവൻ്റെ ഇൻറ്റൻഷനലി അല്ല ചെയ്യുന്നത്. ഇപ്പം നമ്മൾ മനുഷ്യൻ പ്രകൃതിയെ പോലെ അല്ല ജീവിക്കുന്നത്. നമ്മൾ പ്ലാസ്റ്റിക് ഉണ്ടാക്കി, നമ്മൾ പെസ്റ്റിസൈഡ് ഉണ്ടാക്കി, നമ്മൾ പശുവിനെയും ആടിനെയും അറുത്ത് ഇറച്ചി വിറ്റ് ജീവിക്കുന്നു പലരും. മത്സ്യത്തെ പിടിച്ച് കൊന്ന് ജീവിക്കുന്നു ചിലർ, പറ്റിച്ച് ജീവിക്കുന്നു ചിലർ, ചതിച്ച് ജീവിക്കുന്നു ചിലർ, വഞ്ചിച്ച് ജീവിക്കുന്നു ചിലർ, പ്രകൃതിക്ക് എതിരെ ചെയ്യുന്നു പലരും കള്ളനോട്ടടിക്കുന്നു, പലരും കള്ളത്തരം ചെയ്യുന്നു, കള്ളക്കടത്ത് ചെയ്യുന്നു. ഇത് പലപ്പോഴും ഒരു മതത്തിൻ്റെ ഹോൾസെയിലായിട്ടുള്ള പ്രവൃത്തി കൂടി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് മനുഷ്യൻ ഇൻറ്റൻഷനലി ചെയ്യുന്നതാണെന്ന് വിവരിക്കുകയാണെങ്കിൽ മൃഗങ്ങളും സസ്യങ്ങളും പ്രകൃതി സഹജമായിട്ടുള്ള കർമ്മം ചെയ്യുന്നത് കൊണ്ട് അവരുടെ കർമ്മത്തിൽ ദുഷ്കർമ്മ ഫലങ്ങളോ സത്കർമ്മ ഫലങ്ങളോ ഇല്ല. പക്ഷേ ഓരോ മരവും ആലോചിച്ച് നോക്കുക, അത് ജീവിക്കുന്നിടത്തോളം കാലം മറ്റുള്ളവൻ്റെ നന്മയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നു. അതിൻ്റെ ഫലം, അതിൻ്റെ പൂവ്, അതിൻ്റെ ഇല, അതിൻ്റെ കായ, അതിൻ്റെ വേര് നമ്മൾ മനുഷ്യന് വേണ്ടിയിട്ടും മറ്റു മൃഗങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്നു. ഓരോ സെക്കൻഡ് അത് ജീവിക്കുമ്പോഴും അന്തരീക്ഷത്തിൽ നിന്ന് കാർബൺ ഡൈ ഓക്സൈഡ് എടുത്ത് ഓക്സിജൻ കൊടുക്കുന്നു. അപ്പോൾ ഒരു സസ്യം ജീവിതം മുഴുവനും നന്മ മാത്രമാണ് ചെയ്യുന്നത്. ഒരു പശുവിനെ എടുത്തു നോക്കുക, കോഴിയെ എടുത്തു നോക്കുക, പല തിന്മകളും ഗുണമില്ലാത്തതും തിന്ന് നന്മ നിറഞ്ഞ പാല് അതാണ് പശു മറ്റുള്ളവർക്ക് കൊടുക്കാം. ഇപ്പൊ കാള അതിൻ്റെ ജീവിതം മുഴുവനും കാള കൂട്ടാനും മറ്റുമായിട്ട് കൊടുക്കുന്നു, വണ്ടി വലിക്കാനും കൊടുക്കുന്നു. ഒരാട് പച്ചിലയും ബാക്കിയുള്ളതും തിന്നിട്ട് പാല് മനുഷ്യന് കൊടുക്കുന്നു. അതുപോലെ ഒരു കോഴി ആ പറമ്പിലുള്ള എല്ലാം തിന്നിട്ടാണ് അത് മുട്ട മനുഷ്യന് കൊടുക്കുന്നത്. അപ്പോൾ മൃഗങ്ങൾ ഇന്നും കണ്ടിന്യൂസ് ആയിട്ട് മറ്റുള്ളവർക്ക് നന്മ ചെയ്യുന്നു. മനുഷ്യൻ കണ്ടിന്യൂസ് ആയിട്ട് തിന്മ ചെയ്യുന്നവർ ഒട്ടും കുറവല്ല. സിസേറിയൻ ഓപ്പറേഷനിലൂടെ വളരെയധികം ആൾക്കാർ ഉണ്ടല്ലോ, അവരുടെ ജാതകം ഉണ്ടാക്കുന്നതിൽ കാര്യമില്ല എന്നാണോ താങ്കൾ അവരുടെ ജാതകം ഉണ്ടാക്കാം? ഒരു കുഴപ്പമില്ല. സിസേറിയനിലൂടെയാണ് ജനിച്ചത് എന്ന ഓർമ്മ വേണം. ചിലതൊക്കെ ശരിയാവും, ചിലതൊക്കെ ശരിയാവില്ല. കാളസർപ്പദോഷ പരിഹാരമുണ്ടോ? ഒരു പരിഹാരമില്ല, സൈക്കോളജിക്കലാ. എന്തിനാ ഈ പരിഹാരമൊക്കെ അന്വേഷിച്ചു പോകുന്നത്? വിശപ്പില്ലാതെ ആവാൻ പരിഹാരമുണ്ടോ എന്ന് ചോദിച്ചാൽ എന്താ ഉത്തരം പറയാം? വിശപ്പ് ജീവിതത്തിന്റെ ആവശ്യമല്ലേ. ചിലരുടെ ജാതകത്തിൽ കാളസർപ്പ യോഗമുണ്ട്, കുറെ ടെൻഷൻ ഉണ്ടാവും. അവയർനെസ് ആൻഡ് കോൺഷ്യസ്നെസ്, എനിക്ക് കാളസർപ്പ യോഗമുണ്ട്, അതുകൊണ്ട് എനിക്ക് എപ്പോഴും ടെൻഷൻ ഉണ്ടാവും, എനിക്ക് രാത്രി ഉറങ്ങാൻ സ്വസ്ഥത കിട്ടില്ല എന്ന് തിരിച്ചറിഞ്ഞ് നല്ല രീതിയിൽ ഉറങ്ങാൻ പഠിക്കുക, നല്ല രീതിയിൽ ജീവിക്കാൻ പഠിക്കുക. അതായിരിക്കട്ടെ നമ്മളുടെ കാളസർപ്പ യോഗത്തെ ഇല്ലാതെയാക്കാൻ. ഇഷ്ടദേവത എങ്ങനെ അറിയാം? നിങ്ങൾക്ക് ആരെയാണോ ഇഷ്ടം? ചിലരെ നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ചില വീട് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ചില കളറ് നിങ്ങൾക്ക് ഇഷ്ടമല്ലേ? ചില ഭക്ഷണം, ചിലർക്ക് സാമ്പാർ ഇഷ്ടം, ചിലർക്ക് കാളന ഇഷ്ടം, ചിലർക്ക് പാൽപ്പായസം ഇഷ്ടം, ചിലർക്ക് അടപ്രഥമൻ ഇഷ്ടം, ചിലർക്ക് ഉപ്പാവ് ഇഷ്ടം, ചിലർക്ക് ചിക്കൻ കറിയാ ഇഷ്ടം, ചിലർക്ക് മട്ടൻ കറിയാ ഇഷ്ടം. അതുപോലെ തന്നെ പലർക്കും പല ഇഷ്ടമുണ്ട്. നിങ്ങൾക്ക് സരസ്വതിയാണെങ്കിൽ സരസ്വതി ആരാധിക്കാം. അവനവൻ ഏത് ദൈവത. ഞാൻ പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് കൃഷ്ണ ഗുരുവായൂരപ്പ പൂർണ്ണത്രൈശ എന്ന് പറഞ്ഞിട്ടാണ് തുടങ്ങാം. പൂർണ്ണത്രൈശൻ തൃപ്പൂണിത്രയിലെ ഈശ്വരനാണ്. ഗുരുവായൂരപ്പൻ നിങ്ങൾക്കറിയാം, കൃഷ്ണൻ എൻ്റെ ആചാര്യ ഗുരുവാണ്. അത് പറഞ്ഞിട്ടാണ് ഞാൻ തുടങ്ങാം. ആരും എന്നെ പഠിപ്പിച്ചതല്ല. യഥാർത്ഥത്തിൽ എൻ്റെ ഇഷ്ടദേവത ആവേണ്ടത് മംഗലാപുരത്ത് കേരളത്തിലെ ബൗണ്ടറിയിൽ നിന്ന് 70 കിലോമീറ്റർ അപ്പുറത്ത് പടുബിദ്രി എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. പടുബിദ്രിയിൽ നിന്ന് 6 കിലോമീറ്റർ കിഴക്കോട്ട് പോയാൽ എല്ലൂര് മഹാദേവ ക്ഷേത്രമുണ്ട്. ഞാൻ മലയാളിയല്ല, കർണാടകക്കാരനാണ്. എൻ്റെ മദർ ടങ്കും കന്നഡയാണ്, തുളുവാണ് ഞാൻ സംസാരിക്കുക. അപ്പോൾ അവിടെയുള്ള എല്ലൂർ മഹാദേവനാവണം എൻ്റെ ഗ്രാമദേവതയും കുലദേവതയും. അതാണ് ഇഷ്ടദേവതയാവേണ്ടത്. പക്ഷെ അവിടെയുള്ള ഒരു ദൈവത്തെ വെച്ചുകൊണ്ട് എനിക്കിവിടെ ജീവിക്കാൻ പറ്റില്ലല്ലോ. അവിടെ മഴ പെയ്തു എന്ന് പറഞ്ഞ് എനിക്കിവിടെ കുട പിടിച്ചുകൊണ്ട് കാര്യമില്ലല്ലോ. അപ്പം ഞാൻ ഇവിടെയുള്ള ദൈവത്തിനെ വിഗ്രഹത്തെ സ്വീകരിക്കുന്നു. മൈൻഡ് പവർ ഉപയോഗിച്ച് ഡിഫിക്കൽട്ടീസിനെ മറികടക്കാൻ സാധിക്കുമോ? മൈൻഡ് പവറാണ് ഡിഫിക്കൽട്ടീസിനെ മറികടക്കാനുള്ള ബെസ്റ്റ് മെത്തേഡ്. മന ഏവ മനുഷ്യാണാം കാരണം ബന്ധമോക്ഷയോഹോ ബന്ധായ വിഷയാസക്തം മുക്തം നിർവിഷയം സ്മൃതം. മനസ്സിനെയാണ് മാറ്റേണ്ടത്. കാമയേഷ ക്രോധയേഷ രജോ ഗുണസമുദ്ഭവ മഹാശനോ മഹാപാത്മാ വിദ്യേന മിക വൈരിണം. അത്യാഗ്രഹം ഒഴിവാക്കാം, അതിൽ വാശി പക ഒഴിവാക്കാം. അതാണ് ബെസ്റ്റ് മെത്തേഡ്. അതുകൊണ്ട് മനസ്സ് മാത്രമാണ് ഡിഫിക്കൽട്ടീസിന്. അസൂയ, വാശി, പക, വിദ്വേഷം, അഹങ്കാരം, ഭയം, ദുഃഖം, ദേഷ്യം ഇതൊക്കെ അതിജീവിക്കാൻ സാധിക്കുന്നത് മനസ്സിനെ കൺട്രോൾ ചെയ്യുമ്പോഴാണ്. കഴിയുന്ന അത്രയും ശ്രമിക്കാം. ഞാനും ശ്രമിക്കാം. എൻ്റെ കാര്യത്തിൽ ജ്യോതിഷവും ബയോറിതോളജിയും തമ്മിൽ ബന്ധമുണ്ടോ?
ഈ ലോകത്തിലെ എല്ലാ നോളജും മറ്റു നോളജുകളുമായിട്ട് ബന്ധമുണ്ട്. ചിലർ അംഗീകരിക്കുന്നു, ചിലർ അംഗീകരിക്കുന്നില്ല. ഇപ്പൊ ബയോറിതമോളജിയുമായിട്ടും ബന്ധമുണ്ടാവും, എൻവയോൺമെന്റുമായിട്ട് ബന്ധമുണ്ടാവും. കാര്യദേഹി അവശകർമ്മ സർവഹ പ്രകൃതി ജൈർഗുണൈഹി. നമ്മുടെ ചുറ്റുപാടുകളുമായിട്ട് നമ്മളെ ബന്ധമുണ്ടാവും, നമ്മുടെ അച്ഛനും അമ്മയായിട്ട് നമുക്ക് ബന്ധമുണ്ടാവും. എല്ലാം ബന്ധപ്പെട്ടിരിക്കുന്നു. സർ ഐസക് ന്യൂട്ടൺ പറഞ്ഞ മാതിരി എവ്രിതിങ് അട്രാക്ട്സ് ഈച്ച് അതർ, എവ്രിതിങ് ഹാസ് ഗോട്ട് എ ബിയറിംഗ് ഈച്ച് അതർ. അതുകൊണ്ട് എല്ലാ നോളജുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. അറിയാവുന്നവർക്ക് അത് മനസ്സിലാവും, അറിയാത്തവർക്ക് മനസ്സിലാക്കാൻ ശ്രമിച്ചാൽ മനസ്സിലാവും. ഒരു ശുഭമുഹൂർത്തത്തിൽ വിവാഹം, ഗ്രഹമാറ്റം ജ്യോതിഷത്തിന്റെ ആവശ്യകതയുണ്ടോ? വേണമെന്നില്ല. ദീപാവലി ദിവസം സമയം നോക്കണമെന്നില്ല, വിഷു ദിവസം സമയം നോക്കണമെന്നില്ല. അതുപോലെ തന്നെ കൃഷ്ണാഷ്ടമി, അഷ്ടമി രോഹിണിയുടെ എന്ന ദിവസം നോക്കണമെന്നില്ല, ദിവസവും സമയവും ഒന്നും നോക്കണമെന്നില്ല. നല്ല സമയങ്ങൾ ധാരാളം ഉണ്ട്. വിജയദശമി ദിവസം എന്തും ചെയ്യാം പോസിറ്റീവായിട്ടുള്ളത്. മഹാനവമി ദിവസവും ചെയ്യാം കുറേ കാര്യങ്ങൾ. അപ്പൊ നല്ല ദിവസം നോക്കി ചെയ്തു കഴിഞ്ഞാൽ, നല്ല സ്ഥലത്ത് ചെയ്തു കഴിഞ്ഞാൽ ജ്യോതിഷം നോക്കണമെന്നില്ല, സമയം നോക്കണമെന്നില്ല. എൻ്റെ മകളുടെ കല്യാണത്തിന് കല്യാണ മണ്ഡപം ലഭിച്ചത് ഫെബ്രുവരി 3-ാം തീയതി. ഞാൻ ജ്യോത്സ്യനോട് ചെന്ന് പറഞ്ഞത് ഏത് ദിവസമാണ് മുഹൂർത്തം നല്ലതെന്ന് ചോദിക്കുകയല്ല ചെയ്തത്. ഫെബ്രുവരി 3-ാം തീയതി ഒരു നല്ല സമയം പറഞ്ഞു തരാനാ പറഞ്ഞത്. ഫെബ്രുവരി 3-ാം തീയതി നല്ല ദിവസമാണോ ഇല്ലയോ എന്നൊന്നും ഞാൻ അന്വേഷിച്ചില്ല. ഫെബ്രുവരി 3-ാം തീയതി നല്ല സമയം പറഞ്ഞു തരാൻ പറഞ്ഞു. അദ്ദേഹം 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞു രാവിലെ 9 മണിക്ക് നല്ല സമയമാണ്. പിന്നെ ഞാൻ നോക്കാനൊന്നും പോയില്ല. നല്ല ചിന്ത, നല്ല പ്രവൃത്തി, നല്ല വീക്ഷണം, നല്ല രീതിയിലുള്ള ധന്യമായ ജീവിതം, ഇത് നമുക്ക് സാധിച്ചാൽ എല്ലാം നല്ലതാ. തിന്മ ചെയ്യുന്ന വ്യക്തിക്ക് ഇന്നല്ലെങ്കിൽ നാളെ പ്രശ്നമുണ്ടാവും. അത് ജയലളിത ആയാലും ശരിയാണ്, അത് റോബർട്ട് ബർത്ത്ഡേ ആണെങ്കിലും ശരിയാണ്, അത് യെദ്യൂരപ്പയാണെങ്കിലും ശരിയാണ്. എല്ലാവർക്കും ഒരേ നിയമം ആപ്ലിക്കബിളാണ്. ചിലർ അകത്ത് കിടക്കും, ചിലർ പുറത്ത് കിടക്കും. അത് സോളാർ തട്ടിപ്പിന്റെ കാര്യത്തിലായാലും ശരി, അല്ലെങ്കിൽ ഏതൊക്കെ വേണോ നിങ്ങൾ അതൊക്കെ എക്സാമ്പിളായിട്ട് എടുക്കാം. ഏത് സ്വാമിയാണെന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. നിത്യാനന്ദ എന്ന് പറഞ്ഞൊരു പയ്യൻ ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ്. സന്തോഷ് സ്വാമി, ഹിമവൽ ഭദ്രാനന്ദ ഇപ്പോഴും അകത്ത് കിടക്കല്ലേ. പക്ഷേ പ്രകൃതി ചിലതിനെ നിലനിർത്തും. അമ്മയ്ക്കെതിരെ ഈ കൈരളി ചാനലും മീഡിയ വണ്ണും അമൃതാനന്ദമയ്ക്കെതിരെ എന്തെല്ലാം പറഞ്ഞു. ഇപ്പൊ എങ്ങനെയുണ്ട്? അവരതേപോലെ പോകുന്നു. ഞാൻ ഈ കഴിഞ്ഞ മഹാനവമി ദിവസം പുട്ടപർത്തിയിൽ പോയിരുന്നു എന്ന് ഞാൻ പറഞ്ഞു. ലക്ഷക്കണക്കിന് വ്യക്തികൾ അവിടെ ഉണ്ടായിരുന്നത്. സായിബാബ കള്ളനാണെന്ന് കുറെ പേര് പറഞ്ഞു നടന്നു, സായിബാബ തട്ടിപ്പാണെന്ന് പറഞ്ഞു നടന്നു. 96 വയസ്സിൽ മരിക്കുന്നു പറഞ്ഞാൽ 86 വയസ്സിൽ സമാധിയായി. അവനവന്റെ കാര്യത്തെക്കുറിച്ച് പോലും പ്രൊഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ആളാണെന്ന് പറഞ്ഞു. പക്ഷേ അവിടെ ലക്ഷക്കണക്കിന് ആൾക്കാർ വരുന്നുണ്ട്. പട്ടി കുരയ്ക്കും, കാളവണ്ടി ചന്തയിലേക്ക് പോകും. പക്ഷെ തിന്മ ചെയ്യാതിരിക്കുക. നന്മയെ പ്രകൃതി സംരക്ഷിക്കും. അത് ഞാൻ ചെയ്താലും നിങ്ങൾ ചെയ്താലും, ക്രിസ്ത്യാനി ചെയ്താലും, മുസ്ലിം ചെയ്താലും, നിരീശ്വരവാദി ചെയ്താലും, യുക്തിവാദി ചെയ്താലും, ഇടതുപക്ഷക്കാരോ വലതുപക്ഷക്കാരോ മധ്യപക്ഷക്കാരോ ആര് ചെയ്താലും നന്മയെ പ്രകൃതി സംരക്ഷിക്കും. The system in equilibrium is disturbed. The system will adjust itself in such a way that effect of the disturbance will be nullified. നല്ലൊരു തിയറിയാ. For every action there is an equal and opposite reaction. For every good action there is an equal and opposite good reaction. For every bad action there is good and equal and opposite bad reaction. ഇത് ഓർമ്മിക്കാം. താൻ നിരന്തരം ചെയ്യുന്ന സത്കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. താൻ നിരന്തരം ചെയ്യുന്ന ദുഷ്കർമ്മങ്ങൾ താൻ അനുഭവിച്ചിടുകെന്നേ വരൂ. ദുബായിൽ ചെന്ന് ഹിന്ദുക്കളുടെ അടുത്ത്, അവിടെയുള്ള ജനങ്ങളുടെ അടുത്ത് ഹിന്ദു മതത്തെക്കുറിച്ച് തികച്ചും നികൃഷ്ടമായി പറഞ്ഞ പിണറായി വിജയനെ പോലെയുള്ളവര് അനുഭവിക്കേണ്ടത് ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കില്ലേ? സ്വന്തം രാഷ്ട്രത്തിന്റെ പൈതൃകത്തെ ദുബായിലെ കമ്മ്യൂണിസ്റ്റുകാരുടെയോ മറ്റുള്ളവരുടെയോ മുമ്പിൽ ചെന്ന് നീചവും നിന്ദ്യവും അവഹേളനാത്മകവുമായി പറഞ്ഞ പിണറായി വിജയൻ ഏത് പാർട്ടി സെക്രട്ടറി ആണെങ്കിലും ഫോർ എവറി ബാഡ് ആക്ഷൻ ദർ ഇസ് ആൻ ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് ബാഡ് റിയാക്ഷൻ എന്നുകൂടി ഓർമ്മിക്കാൻ ഈ അവസരം നിങ്ങൾക്ക് പ്രയോജനപ്പെടട്ടെ. പ്രണാമം, നമസ്കാരം.